നമുക്കൊരുമിച്ച് വാത്സല്യ ഭവനത്തിലായിരിക്കാൻ കർത്താവ് നൽകിയ നല്ല അവസരത്തെ ഓർത്ത് കർത്താവിനെ സ്തുതിക്കുന്നു. നാളുകളായ ദൈവസന്നിധിയിൽ മാതാപിതാക്കൾ സഹോദരങ്ങളൊക്കെ ദൈവസഭയും പ്രിയ മകളുടെ വിവാഹത്തിന് വേണ്ടി ആഗ്രഹിച്ചു. നമ്മൾ പ്രാർത്ഥിച്ചു. ദൈവത്തിൻ്റെ സമയമായപ്പോൾ ഇന്ന് പകലിൽ വിവാഹ നിശ്ചയ ശുശ്രൂഷ നടക്കുകയാണല്ലോ. ദൈവത്തിൻ്റെ വലിയ സാന്നിധ്യം അവിടുന്ന് കൂടെയിരിക്കേണ്ടതിനായി ദൈവസന്നിധിയിൽ നമുക്ക് പ്രാർത്ഥിക്കാം. പ്രിയ മെർലിന് ദൈവം മാന്യമായ വിദ്യാഭ്യാസം കൊടുത്തു, നല്ല ജോലി കൊടുത്തു. ദൈവം ഇത്രത്തോളം കരുതി ദൈവകൃപയും ദൈവാശ്രയബോധത്തിൽ മാതാപിതാക്കൾക്ക് കീഴ്പ്പെട്ട് ദൈവസഭയ്ക്ക് അനുഗ്രഹമായി പ്രിയമായതിനായി തീരുമാൻ ദൈവങ്ങളെ സഹായിച്ചല്ലോ. മനുഷ്യനേഹനായിരിക്കുന്ന നന്നല്ല എന്ന് കണ്ട് തക്ക തുണയെ നൽകിയ കർത്താവ് പ്രിയ മകൾക്ക് വേണ്ടി ആമയെ കണ്ടിരിക്കുന്നതായ പ്രിയ ബിനു ഈ തോമസിനെ ഓർത്ത് നമുക്ക് പ്രാർത്ഥിക്കാം. നമ്മുടെ മാതാപിതാക്കളെ നമുക്ക് ഓർക്കാം. ദൈവം എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ. പ്രിയ മാമച്ചനെ മിനിസ്റ്ററെ ഓർത്ത് സ്തോത്രം ചെയ്യുന്നു. പ്രിയ മകൻ ഡെവിൻ മാമച്ചവരുടെ കുടുംബത്തോടുള്ള ബന്ധത്തിൽ സഹോദരങ്ങൾ ക്ഷണിച്ചാലും മറ്റു പ്രിയപ്പെട്ടവരും പ്രിയ മിനിസ്റ്ററെ വാത്സല്യ പ്രിയ പിതാവും മാതാവും സഹോദരങ്ങൾ എല്ലാവരെയും ഓർത്ത് ദൈവത്തെ സ്തുതിക്കുകയാണ്. സഭയോടുള്ള ബന്ധത്തിൽ സഭയുടെ സെക്രട്ടറി ആയിരിക്കുന്ന പ്രിയ സീറ്റ് തോമസ് കുടുംബം, അങ്ങനെ ഇവിടെ ആയിരിക്കുന്ന എല്ലാവർക്കും ഒരിക്കൽ കൂടെ കർത്താവിന്റെ നാമത്തിനായി വന്ദനം അറിയിക്കുന്നു. നിന്റെ എല്ലാ നാടത്തിപ്പും എന്റെ എല്ലാ നാടത്തിപ്പും എന്റെ ഭാഗ്യമേറാവല്ലോ. പരമരമേശ പരമരുണേശ നീയത്രേ രക്ഷാസ്ഥാനം. പരമരമേശ പരമരുണേശ നീയത്രേ രക്ഷാസ്ഥാനം. നിന്നെ കാണും ജനങ്ങൾക്കു പിന്നെ ദുഃഖമൊന്നുമില്ല. നിന്നെ കാണും ജനങ്ങൾക്കു പിന്നെ ദുഃഖമൊന്നുമില്ല. പരമരമേശ പരമരുണേശ നീയത്രേ
വിശുദ്ധ ബൈബിളിൽ നിന്നും സങ്കീർത്തനം 20. യഹോവ കഷ്ടകാലത്ത് നിനക്ക് ഉത്തരം അരുളുമാറാകട്ടെ. യാക്കോബിൻ ദൈവത്തിന്റെ നാമം നിന്നെ ഉയർത്തുമാറാകട്ടെ. അവൻ വിശുദ്ധ മന്ദിരത്തിൽ നിന്ന് നിനക്ക് സഹായം അയക്കുമാറാകട്ടെ. സിയോനിൽ നിന്ന് നിന്നെ താകുമാറാകട്ടെ. നിന്റെ വഴിപാടുകളൊക്കെ അവൻ ഓർക്കട്ടെ. നിന്റെ ഹോമയാഗ കൈക്കൊള്ളുമാറാകട്ടെ. നിന്റെ ഹൃദയത്തിലെ ആഗ്രഹം അവൻ നിനക്ക് നൽകട്ടെ. നിന്റെ താല്പര്യമൊക്കെയും നിവർത്തിക്കട്ടെ. ഞങ്ങൾ നിന്റെ ജയത്തിൽ ഘോഷിച്ചുല്ലസിക്കും. ഞങ്ങളുടെ ദൈവത്തിന്റെ നാമത്തിൽ കൊടി ഉയർത്തും. യഹോവ നിന്റെ അപേക്ഷകളൊക്കെ നിവർത്തിക്കുമാറാകട്ടെ. യഹോവ തന്റെ അഭിഷക്തനെ രക്ഷിക്കുന്നു എന്ന് ഞാനിപ്പോൾ അറിയുന്നു. അവൻ തന്റെ വിശുദ്ധ സ്വർഗത്തിൽ നിന്നും തന്റെ വലങ്കയുടെ രക്ഷാകരമായ വീര്യപ്രവൃത്തികളാൽ അവൻ ഉത്തരമരുളും. ചിലർ രഥങ്ങളിലും ചിലർ കുതിരകളിലും ആശ്രയിക്കുന്നു. ഞങ്ങളോ ഞങ്ങളുടെ ദൈവമായ യഹോവയുടെ നാമത്തെ കീർത്തിക്കും. അവർ കുനിഞ്ഞു വീണുപോയി എന്നാൽ ഞങ്ങൾ എഴുന്നേറ്റ് നിവർന്നു നിൽക്കുന്നു. യഹോവേ രാജാവിനെ രക്ഷിക്കണമേ. ഞങ്ങൾ അപേക്ഷിക്കുമ്പോൾ ഉത്തരമരുളയണമേ. ദൈവസന്നിധിയിൽ നമുക്ക് പ്രാർത്ഥിക്കാം. ചില രഥങ്ങളിലും ചില കുതിരകളിലും ആശ്രയിക്കും. നാമോ നമ്മുടെ ദൈവമായ നമ്മുടെ ദൈവത്തിൽ ആശ്രയിക്കുവാൻ. ദൈവം നമ്മെ ഇത്രത്തോളം കൊണ്ടുവന്നു. ദൈവം നമ്മെ ഇത്രത്തോളം കരുതി. ഈ ദേശത്തെ ഈ വാത്സല്യ കുടുംബത്തെ ദൈവത്തോളം സഹായിച്ചു. ദൈവസഭയ്ക്ക് അനുഗ്രഹമായി ദൈവദാസന്മാരുടെ ശുശ്രൂഷ കൈത്താങ്ങലായി ആശ്വാസമായി തീരുവാൻ തന്റെ കുഞ്ഞുങ്ങളെ ദൈവം സഹായിക്കുന്നല്ലോ. ദൈവം ധാരാളമായി നന്മകളാൽ ദൈവം നിറയ്ക്കട്ടെ. ഇന്ന് മകൾ നടക്കുന്ന പ്രിയമോട് ഭാഗം നിശ്ചയ ശുശ്രൂഷ എല്ലാ മകളകരമായി നടക്കുവാൻ ദൈവ സാന്നിധ്യം പകരപ്പെടുവാൻ നമുക്ക് ഒരുമിച്ച് ദൈവസന്നിധിയിൽ പ്രാർത്ഥിക്കാൻ സമയം സ്വതന്ത്രം ചെയ്യാം. ചുരുക്കമായി പ്രാർത്ഥിക്കും. തലമുറയായി ഞങ്ങളുടെ സംഗീതമായിരിക്കുന്ന ഞങ്ങളുടെ ദൈവമേ, അനുഗ്രഹീതമായ രാവിലെ സമയത്തിനായി ഞങ്ങൾ തിരുമേനിക്ക് പ്രിയ പിതാവേ, ഞങ്ങൾക്ക് വേണ്ടി സകലവും നന്മയ്ക്കായി കൂടി വ്യാപരിപ്പിക്കുന്ന ദൈവത്തിന്റെ ആത്മാവ് നാടുകളിൽ ഞങ്ങളെ നയിച്ച വിധങ്ങളെ ഞങ്ങളുടെ വാത്സല്യ സഹോദരങ്ങൾ പ്രിയ മാംസനെയും ദൈവകരങ്ങളിൽ ഏൽപ്പിച്ച് സ്തോത്രം ചെയ്യുന്നു. പ്രിയ കർത്താവേ, പ്രിയ മക്കളെ ദൈവം ആദരിച്ചു. കുടുംബജീവിതത്തെ ദൈവം അനുഗ്രഹിച്ച് നൽകിയ തലമുറകൾക്കായി ഞങ്ങൾ സ്തോത്രം ചെയ്യുന്നു. വിശേഷാൽ കർത്താവെ, പ്രിയ മെർലിന് വേണ്ടി ഞങ്ങൾ ദൈവസന്നിധിയിൽ സ്തോത്രം ചെയ്യുന്നു. ദൈവമായ കർത്താവുടെ ജനനം മുതൽ ഇന്നുവരെ താങ്ങി നടത്തിയതും ജീവിതത്തിന് ആവശ്യമുള്ള എല്ലാ നന്മകളും അതാത് ഘട്ടങ്ങളിൽ ദൈവം പകർന്നു. അനുഗ്രഹിക്കപ്പെട്ട നിലയിൽ ദൈവഭക്തിയോടെ ദൈവത്തെ സേവിക്കുവാനും ആത്മീയ ഭൗമിക മേഖലകളിൽ അനുഗ്രഹിക്കപ്പെടുവാനും ദൈവം ഇടയാക്കിയല്ലോ. അവരുടെ ഭാവി കർമ്മി ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥനയിലായിരുന്നു. തക്ക സമയത്ത് ദൈവം അതിനായുള്ള വഴികൾ ഒരുക്കിയിരിക്കുകയാൽ ഞങ്ങൾ സ്തോത്രം ചെയ്യുന്നു. ദൈവമേ, ഞങ്ങൾ ഈ സമയത്ത് ആമേൻ പ്രിയ പൈതലിനെ ഞങ്ങളുടെ കരങ്ങളിൽ ഏൽപ്പിച്ച് പ്രാർത്ഥിക്കുകയാണ്. ആവശ്യമായ എല്ലാ ദൈവിക കൃപകളും അനുഗ്രഹങ്ങളും ദൈവം അവരുടെ മേൽ പകർന്നു. വിശേഷാൽ ഇന്ന് നടക്കുന്ന വിവാഹ നിശ്ചയ ശുശ്രൂഷയ്ക്കായിട്ട് ഞങ്ങൾ ദൈവത്തോട് പ്രാർത്ഥിക്കുന്നു. ദൈവമായ കർത്താവിന്റെ സാന്നിധ്യം ആ ശുശ്രൂഷയുടെ തുടക്കം മുതൽ ആമേൻ ഒടുവിലത്തെ നിമിഷം വരെയും ഞങ്ങൾ അനുഭവിപ്പാനിടയാക്കണമേ. കർത്താവ് ഞങ്ങളെ അനുഗ്രഹിക്കണമേ. അവിടെ നടക്കുന്ന എല്ലാ കാര്യക്രമങ്ങളിലും ദൈവത്തിന്റെ വലിയ അനുഗ്രഹവും പരിശുദ്ധാത്മാവിന്റെ നിയോഗവും ഉണ്ടാകേണ്ടതിന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ദൈവത്തിന്റെ വലിയ കൃപ പകരുമാറാകണമേ. ദൈവമേ, അതിനോടനുബന്ധിച്ച് കടന്നു വരേണ്ട ഗണദാസന്മാർ, ജനങ്ങൾ, പ്രിയപ്പെട്ടവരെല്ലാവരെയും ദൈവകരങ്ങളിൽ ഞങ്ങൾ ഏൽപ്പിച്ച് സ്തോത്രം ചെയ്യുന്നു. ആ ഹോളിനെ ഞങ്ങൾ ദൈവകരങ്ങളിൽ സമർപ്പിക്കുന്നു. കർത്താവ് തന്നെ അനുഗ്രഹിച്ച് ശുദ്ധീകരിച്ച് നൽകണം. മാത്രമല്ല കാലാവസ്ഥയുടെ അനുകൂലമായ ഒരു ക്രമീകരണം ദൈവം ഒരുക്കണമേ. പ്രകൃതിയുടെ മേൽ അധികാരമുള്ളവനായ ഒരുമിച്ച് ദൈവത്തോട് പ്രാർത്ഥിക്കുന്നു. യേശുവിന്റെ നാമത്തിൽ അത് സംഭവിക്കട്ടെ. കർത്താവേ, പ്രിയാവിനായി ആമേന്റെ കുടുംബാംഗങ്ങൾക്കായി ഞങ്ങൾ സ്തോത്രം ചെയ്യുന്നു. പ്രിയ മക്കളോട് യാത്ര ചെയ്ത് ക്ഷമത്തോടെ വന്നു ചേർന്ന് ദൈവമേ എല്ലാ കാര്യങ്ങളിലും ദൈവത്തിന്റെ കരുണ അനുഭവിക്കാക്കിയ ദിവസങ്ങളിൽ ദൈവം ഞങ്ങളെ സഹായിക്കണം. നടക്കണം വിവാഹം, മറ്റു കാര്യങ്ങളെല്ലാം ദൈവകരങ്ങളിൽ ഏൽപ്പിക്കുന്നു. ഈ സമയത്ത്
തലകളെ വണക്കിയിരിക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവർക്കായി സ്തോത്രം, നിങ്ങളുടെ കൃത്യനായി സ്തോത്രം ചെയ്യുന്നു. സഭാജനങ്ങൾക്കായി ബന്ധുമിത്രാദികൾ, ചർച്ചക്കാർ എല്ലാവരെയും സമർപ്പിക്കുന്നു. ഞങ്ങളെ ഒരുമിച്ച് അനുഗ്രഹിച്ചാട്ട കൃപ കൂടെ ഇരുന്നാട്ട്. മഹത്വം അങ്ങയ്ക്ക് യേശുവിൻ നാമത്തിൽ പിതാവേ. സ്നേഹമുള്ള ഞങ്ങളുടെ ദൈവമേ, സ്വർഗീയ പിതാവേ, അവിടുത്തെ പുത്രനും ഞങ്ങളുടെ രക്ഷിതാവുമായ യേശു കർത്താവിന്റെ നാമത്തിൽ ഈ പുതിയ ദിനത്തിൽ ഈ വാത്സല്യ ഭവനത്തിൽ കർത്താവെ ഞങ്ങൾക്ക് ഒരുമിച്ച് കൂടി വരുവാൻ, അവിടുത്തെ തിരുമുഖത്തേക്ക് നോക്കുവാൻ ഞങ്ങളുടെ ആയുസ് നൽകിയ നല്ല അവസരത്തിനായി ഞങ്ങൾ നന്ദിയോടെ സ്തുതിക്കുന്നു. പിന്നെ ഗോവയുണ്ടാക്കിയ ദിവസം കർത്താവെ എത്ര അനുഗ്രഹമെന്ന് പറയത്തക്കവണ്ണം ഞങ്ങൾക്ക് സന്തോഷിപ്പാൻ ദൈവകൃപ നൽകുന്നു. ഈ വാത്സല്യ കുടുംബത്തെ കർത്താവ് തെരഞ്ഞെടുത്തു. കർത്താവിന്റെ വേലയ്ക്ക് ദൈവനാമ മഹത്വത്തിന് ചുമല് കൊടുക്കുവാൻ ദൈവം തന്റെ കുഞ്ഞുങ്ങൾ കൊടുത്ത നല്ല അനുഭവത്തിനായി സ്തോത്രം. ഭക്തൻ പറഞ്ഞതുപോലെ ഞാനും എന്റെ കുടുംബമോ ഞങ്ങളെ സേവിക്കും. കണ്ടെത്തിയ വിശ്വാസത്തിൽ ഇന്നയോളം നിലകൊള്ളുവാൻ കർത്താവ് തന്റെ മക്കൾ കൊടുത്ത നല്ല അനുഭവത്തെ ഓർത്ത് സ്തോത്രം സ്തോത്രം ചെയ്യുന്നു. കർത്താവ് ദൈവസഭയുള്ള ബന്ധത്തിൽ ദീർഘവർഷങ്ങൾ അതിൻ്റെതായ ചുമതലകൾ, ഉത്തരവാദിത്തങ്ങൾ, പല നിലകൾ വഹിക്കുവാൻ തന്റെ മകനെ ദൈവം സഹായിച്ചല്ലോ. ഏൽപ്പിച്ച കാര്യങ്ങൾ വിശ്വസ്തയോടും പരമാർത്ഥതയോടും ആമേൻ നിവർത്തിപ്പാൻ ദൈവം കൊടുത്ത എല്ലാ കൃപകൾക്കായി സ്തോത്രം. ദൈവസഭയ്ക്ക് ആത്മീയ പ്രവർത്തനങ്ങൾക്ക് അനുഗ്രഹമായി ആശ്വാസമായി നിലകൊള്ളുവാൻ കർത്താവ് ഇടയാക്കുന്നതിനായി സ്തുതിക്കുന്നു. കഴിഞ്ഞ നാളുകൾ പ്രാർത്ഥിക്കുന്ന വിഷയങ്ങൾക്കൊക്കെ അതാത് സമയങ്ങൾ മറുപടികൾ നൽകി കർത്താവ് മാനിക്കുന്നതിനായി സ്തോത്രം. ഓർക്കുന്ന കർത്താവ് ഇന്നലകൾ കണ്ണുനീരോടും പ്രാർത്ഥനയോടും ദൈവം ഇടിവെന്ന വിഷയങ്ങൾക്ക് ദൈവം തക്ക സമയത്ത് മറുപടികൾ അയച്ചു ഇത്രത്തോളം ദൈവം കരുതിയല്ലോ. പിന്നെ ഈ പ്രാർത്ഥന ശബ്ദം കുറയാതെ അവിടുത്തെ നാമത്തിന് വേണ്ടി നിൽപ്പാൻ നല്ല മകളെ സഹായിക്കണമേ. അവരുടെ നാമത്തിൽ ജീവിതത്തിൽ അനുഗ്രഹിക്കപ്പെട്ട കുഞ്ഞുങ്ങളെ ദൈവം കൊടുത്തുണ്ടോ പോലെ ഞങ്ങൾ ഓർക്കുന്നു. അവന് മാന്യമായ വിദ്യാഭ്യാസം, അവന് വേണ്ടുന്ന ഇത്രത്തോളം സാഹചര്യങ്ങൾ ദൈവം നൽകി ദൈവം മാനിച്ച നന്മകൾക്കായി സ്തോത്രം ചെയ്യുന്നു. കർത്താവേ ഹല്ലേലൂയ. ബെർലിനെ ഞങ്ങൾ പ്രത്യേക ഓർത്ത് പ്രാർത്ഥിക്കുന്നല്ലോ. അവിടെ ജനനം മുതൽ ഇന്നയോളം സ്വർഗത്തിലെ അപ്പച്ചന്റെ പ്രത്യേക കരുതല്, അവൻ കാവല്, അവൻ സൂക്ഷിപ്പ് പ്രിയ പൈതങ്ങളോട് കൂടെ ഇരുന്നതിനായി സ്തോത്രം ചെയ്യുന്നു. സ്തോത്രം ചെയ്യുന്നു. സ്തോത്രം ചെയ്യുന്നു. കർത്താവേ മനുഷ്യനേകനായിരിക്കുന്നതല്ല എന്ന് കണ്ട് തക്കത്തുടേ നൽകിയതായ ഞങ്ങളുടെ ദൈവം, ഏകാകികളെ കുടുംബത്തിൽ വസിക്കുമാറാകുന്ന ഞങ്ങളുടെ ദൈവം, ഓ പ്രിയ പൈതലേ, ദൈവം ഇത്രത്തോളം നടത്തിയ വഴികൾക്കായി സ്തോത്രം. പ്രിയ പൈതൽ വിവാഹ നിശ്ചയത്തിലേക്ക് പ്രവേശിക്കുന്നു. വിശുദ്ധ ബൈബിളിൽ കാണുന്ന പിതാക്കന്മാരുടെ കുടുംബജീവിതമോ അനുഗ്രഹിക്കപ്പെട്ടതായ കുടുംബജീവിതം പ്രിയ പൈതലിന് വേണ്ടുന്ന എല്ലാ ശാരീരിക, മാനസിക, ആത്മീയ, ഭൗതികമായ എല്ലാ നന്മകൾ, അനുഗ്രഹങ്ങൾ ഇവിടെ ചൊരിയണമേ. ഞങ്ങൾ അതിനോട് പ്രാർത്ഥിക്കുന്ന കർത്താവ്, മാതാപിതാക്കൾക്ക് ഒരു തണുപ്പായി തീരട്ടെ, സഹോദരവർഗങ്ങൾക്ക് ഒരു അനുഗ്രഹമാകട്ടെ. കർത്താവിന്റെ മേലേക്ക് ആശ്വാസമായി കുടുംബാൻ നിൽപ്പാൻ ദൈവത്തോട് കൃപ പകരുന്നതിനായി ഞങ്ങളെ സ്തുതിക്കുന്ന കർത്താവ്. തിരുവചനത്തെ അമേൻ ഒരു ഉത്തമയായ ഭാര്യയ്ക്ക് വേണ്ടുന്ന എല്ലാ ശാരീരിക, മാനസിക, ആത്മീയ, ഭൗതികമായ എല്ലാ നന്മകൾ, അനുഗ്രഹങ്ങൾ ഈ പ്രിയ മകളെ ദൈവം ചൊരിയുവാൻ ദൈവസന്നിധി ഞങ്ങൾ ഒരുമിച്ച് പ്രാർത്ഥിക്കുന്നു. കർത്താവിന്റെ കരമടന്ന് പ്രവർത്തിച്ചതിനായി സ്തോത്രം. പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെ നാമത്തിൽ നിന്റെ ദാസന്മാരായ ഞങ്ങൾ ഒരുമിച്ച് അനുഗ്രഹിച്ചു പ്രാർത്ഥിക്കുക. അനുഗ്രഹ വിഷയമാക്കി ദൈവം ചെയ്തിരിക്കുക. സ്തോത്രം, 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 സ്തോത്രം. കർത്താവേ, പ്രിയ ബിനുവിനെ ഞങ്ങൾ ഓർക്കുന്നല്ലോ. ഒരുത്തമനായ ഭർത്താവിന് വേണ്ടുന്ന എല്ലാ നന്മകൾ, അനുഗ്രഹങ്ങൾ പ്രിയ മകന്റെ മേൽ ദൈവം ചൊരിയണമേ. കർത്താവേ, അവൻ ഒരു മാതാപിതാക്കൾ, സഹോദരങ്ങൾക്കായി സ്തോത്രം ചെയ്യുന്നു. അവേ പ്രിയ പ്രിയ പിതാവ്, മാതാവ്, സഹോദര കുടുംബങ്ങൾക്കായി സ്തോത്രം. കർത്താവിന്റെ ദാസനോട് സംഭാഷണക്കായി കുടുംബത്തിനായി സ്തോത്രം. കർത്താവേ, സഭയോടുള്ള ബന്ധത്തിൽ ശരി കടന്നുടയായല്ലോ. അവയുടെ തലമുറയ്ക്ക് എല്ലാ പ്രിയപ്പെട്ടവരെയും ഒരിക്കൽ കൂടെ ഓർത്ത് സ്തോത്രം ചെയ്യുന്നു. എല്ലാ പ്രിയപ്പെട്ടവരെയും അനുഗ്രഹിക്കണമേ. കാലാവസ്ഥകളെല്ലാം ഞങ്ങൾക്ക് അനുകൂലമാക്കിയതിനായി സ്തോത്രം. ശുശ്രൂഷകളെല്ലാം അനുഗ്രഹമാക്കിയതിനായി സ്തോത്രം. ദൈവ സാന്നിധ്യം പകർന്നതിനായി സ്തോത്രം. അവിടെ ഞങ്ങളുടെ പ്രാർത്ഥന കേട്ടതിനായി സ്തോത്രം. യേശു കർത്താവിന്റെ ധന്യമായ നാമത്തിൽ തന്നെ ദൈവസന്നിധിയിൽ നമ്മുടെ ശുശ്രൂഷ എല്ലാം അനുഗ്രഹമായി തീരുന്നതിനായി സ്തോത്രം ചെയ്യാം. പരിശുദ്ധാത്മാവ് ദൈവത്തിന്റെ അനുഗ്രഹങ്ങൾ ആശീർവാദങ്ങൾ കർത്താവിനെ ഓർത്ത് പ്രാർത്ഥിച്ച എല്ലാ വിഷയത്തോടും കൂടെ ആയിരിക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവരും കർത്താവിൽ നടക്കുന്ന വാഹന ശുശ്രൂഷയോട് കർത്താവിന്റെ വേഗത്തിലെ വരുവരീതവരെ കൊണ്ടായിരിക്കുമാറാകട്ടെ. ഇന്ന് മകൾ നൽകിയ ദൈവത്തിന് സ്തോത്രം.
changes what you see. I've tried to win this war, I confess. My hands are weary, I need your rest. Mighty warrior, king of the fight. No matter what I face, you're by my side. When you don't move the mountains, I'm needing you to move. When you don't part the waters, I wish I could walk through. When you don't give the answers as I cry out to you, I will trust, I will trust, I will trust in you. Truth is, you know what tomorrow brings. There's not a day ahead you have not seen. So in all things, be my life and breath. I want what you want, Lord, and nothing less. When you don't move the mountains, I'm needing you to move. When you don't part the waters, I wish I could walk through. When you don't give the answers as I cry out to you, I will trust, I will trust, I will trust in you. I will trust in you. You are my strength and comfort. You are my steady hand. You are my firm foundation, the rock on which I stand. Your ways are always higher. Your plans are always good. There's not a place where I'll go you've not already stood. When you don't move the mountains, I'm needing you to move. When you don't part the waters, I wish I could walk through. When you don't give the answers as I cry out to you, I will trust, I will trust, I will trust in you. When you don't move the mountains, I'm needing you to move. When you don't part the waters, I wish I could walk through. When you don't give the answers as I cry out to you, I will trust, I will trust, I will trust in you. I will trust in you.
സ്വർഗത്തിലും ഭൂമിയിലും സകല കുടുംബത്തിനും പേര് വരുവാൻ കാരണമായ ഞങ്ങളുടെ വാഴ്ത്തപ്പെട്ട സ്വർഗീയ പിതാവേ, ഞങ്ങൾ ഈ നല്ല സമയത്തിനായി കർത്താവിനെ സ്തുതിക്കുന്നു, ഞങ്ങളങ്ങേ വാഴ്ത്തുന്നു. കർത്താവേ, മനുഷ്യനേകനായിരിക്കും നമ്മല്ല, ഞാനവരെ തക്കതായ തുണ ഉണ്ടാക്കി കൊടുക്കുമെന്ന് പറഞ്ഞ് ഏതൻ തോട്ടത്തിൽ കുടുംബത്തിന് അടിത്തറയിട്ട സ്വർഗത്തിലെ ദൈവം തമ്പുരാൻ ഞങ്ങളുടെ കുഞ്ഞുങ്ങളുടെ ഭാവി കെട്ടുപണിക്ക് സമയമായപ്പോഴോ ദൈവമായി കർത്താവിന്റെ കൃപയിൽ നിങ്ങൾ ഒരുക്കി മാനിച്ചതിനായി നന്ദിയോടെ സ്തുതിക്കുന്നു. എൻ്റെ കുഞ്ഞുങ്ങളെ രണ്ടുപേരെയും തൃക്കരങ്ങളിൽ ഏൽപ്പിക്കുന്നു കർത്താവേ. അവരുടെ മാതാപിതാക്കളെ ഏൽപ്പിക്കട്ടെ, പ്രിയപ്പെട്ടവരെ ഏൽപ്പിക്കട്ടെ. അവരുടെ ജനനം മുതൽ ഇതുവരെ കർത്താവ് പരിപാലിച്ചതിനായി സ്തോത്രം ചെയ്യുന്നു. ഇന്ന് വിവാഹത്തിന്റെ എൻഗേജ്മെന്റ് നടക്കുമ്പോൾ തിരുസാന്നിധ്യം കൂടെ ഇരിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു കർത്താവേ. അങ്ങ് തന്നെ അധ്യക്ഷനായിരുന്നു ഈ കാര്യങ്ങൾ ചെയ്ത് അവിടുന്ന് ഉറപ്പിച്ചോ ഞങ്ങളെ മാനിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. ശുശ്രൂഷകൾക്ക് നേതൃത്വം കൊടുക്കുന്ന അതിന്റെ വിലപ്പെട്ട ദാസന്മാർക്കായി സ്തോത്രം. കടന്നു എല്ലാ പ്രിയപ്പെട്ടവർക്കായി സ്തോത്രം. ആദ്യം പരിശുദ്ധാത്മാവ് ഭരിച്ചു നടത്തി അനുഗ്രഹിക്കണമേ കർത്താവേ. മഹത്വമെല്ലാം തിരുമേനിക്ക് അർപ്പിക്കുന്നു. പ്രാർത്ഥനകൾക്കായി സ്തോത്രം. യേശു കർത്താവിന്റെ ധന്യമുള്ള നാമത്തിൽ തന്നെ ആമേൻ. 20-ാം സങ്കീർത്തനം. യഹോവ കഷ്ടകാലത്തിൽ നിനക്ക് ഉത്തരമരുളുമാറാകട്ടെ. യാക്കോബിന്റെ ദൈവത്തിന്റെ നാമം നിന്നെ ഉയർത്തുമാറാകട്ടെ. അവൻ വിശുദ്ധ മന്ദിരത്തിൽ നിന്ന് നിനക്ക് സഹായം അയക്കുമാറാകട്ടെ. സിയോനിൽ നിന്ന് നിന്നെ താങ്ങുമാറാകട്ടെ. നിന്റെ വഴിപാടുകളൊക്കെ അവൻ ഓർക്കട്ടെ. നിന്റെ ഹോമയാഗം കൈക്കൊള്ളുമാറാകട്ടെ. നിന്റെ ഹൃദയത്തിന്റെ ആഗ്രഹം നിനക്ക് നൽകട്ടെ. നിന്റെ താല്പര്യമൊക്കെ നിവർത്തിക്കട്ടെ. ഞങ്ങൾ നിന്റെ ജയത്തിൽ ഘോഷിച്ചുല്ലസിക്കും. ഞങ്ങളുടെ ദൈവത്തിന്റെ നാമത്തിൽ കൊടിയുയർത്തും. യഹോവ നിന്റെ അപേക്ഷകളൊക്കെ നിവർത്തിക്കുമാറാകട്ടെ. യഹോവ തന്റെ അഭിഷക്തനെ രക്ഷിക്കുന്നു എന്ന് ഞാൻ ഇപ്പോൾ അറിയുന്നു. അവൻ തന്റെ വിശുദ്ധ സ്വർഗത്തിൽ നിന്ന് തന്റെ വലങ്കയുടെ രക്ഷാകരമായ വീര്യപ്രവൃത്തികളാൽ അവൻ ഉത്തരമരുളും. ചിലർ രഥങ്ങളിലും ചിലർ കുതിരകളിലും ആശ്രയിക്കുന്നു. ഞങ്ങളോ ഞങ്ങളുടെ ദൈവമായ യഹോവയുടെ നാമത്തിൽ കീർത്തിക്കും. അവർ കുനിഞ്ഞു വീണുപോയി, എന്നാൽ ഞങ്ങൾ എഴുന്നേറ്റ് നിവർന്നു നിൽക്കുന്നു. യഹോവയെ രാജാവിനെ രക്ഷിക്കണമേ. ഞങ്ങൾ അപേക്ഷിക്കുമ്പോൾ ഉത്തരമരുളേണമേ. നമുക്ക് പ്രാർത്ഥിക്കാം. പരിശുദ്ധ ദൈവമേ, ഞങ്ങളുടെ സ്വർഗീയ പിതാവേ, നല്ല രാവിലെ കഴിഞ്ഞ സമയത്തിനായി സ്തോത്രം. ഏത് സമയത്തും അവരുടെ സന്നിധി വരുവാനെന്ന അവസരത്തിനായി നന്ദി പറയുന്നു. ഇത് രാവിലെ ഞങ്ങളുടെ സന്നിധി ഞങ്ങളായിരിക്കുന്നത് എന്ന് അറിയുന്നല്ലോ കർത്താവേ. ഞങ്ങളുടെ വാത്സല്യ കുടുംബത്തെ ഏൽപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. അവരുടെ കുടുംബജീവിതത്തിൽ ദൈവം നൽകിയ പൈതലിനോടുള്ള ബന്ധത്തിനോട് വിവാഹത്തിനോട് ഭാവിക്ക് വേണ്ടി കുടുംബാംഗങ്ങൾ ദൈവമക്കൾ ദിവസം പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നല്ലോ. ദൈവങ്ങളുടെ മുഖത്തെ ആദരിച്ച് ഇന്ന് പകൽ അതിന് തമിഴിതമായ നിലയിലുള്ള ഒരു ക്രമീകരണ ദൈവം ഒരുക്കപ്പെടുന്നതിനായിട്ട് നന്ദിയോട് സ്തോത്രം. ആ വിവാഹത്തിന്റെ നിശ്ചയത്തോടുള്ള ബന്ധത്തിൽ ഇന്ന് പകൽ ദൈവസന്നിധി കടന്നു വന്നിരിക്കുമ്പോൾ ഞങ്ങളെല്ലാവരെയും ഒരുമിച്ച് അനുഗ്രഹിക്കണമേ കർത്താവേ. പ്രിയ പൈതങ്ങളെ ദൈവം സഹായിക്കണമേ. അടുത്ത ദിവസം നടക്കുന്ന വിവാഹത്തോടുള്ള ബന്ധത്തിൽ പ്രത്യേക കൃപയുടെ മേൽ പകരണമേ കർത്താവേ. ഇതുവരെയും സാഹചര്യങ്ങളെല്ലാം ദൈവം അനുകൂലമാക്കിയതിനായി സ്തോത്രം. ഈ ശുശ്രൂഷ ലേഡിയെ ഞങ്ങളുടെ ദാസനോട് പ്രാർത്ഥിക്കുന്നു. പ്രത്യേക കൃപ പകരണമേ. തുടർന്നുള്ള ശുശ്രൂഷകണമേ. ദൈവ സാന്നിധ്യം പകർന്നോട് സ്തോത്രം. എല്ലാം മഹത്വവും ഞങ്ങൾ അതിലേക്ക് തരുന്നു. പ്രാർത്ഥനകളിനായി സ്തോത്രം. യേശുവിന്റെ വലിയ നാമത്തിൽ ഞങ്ങൾ അപേക്ഷിക്കുന്നു. കേൾക്കണം പിതാവേ. ആമേൻ. സന്തോഷമുള്ളവർ അവയെ കരങ്ങൾ ഉയർത്തി കർത്താവിനെ ഒന്ന് സ്തുതിക്കാമല്ലോ. ഹല്ലേലൂയ. കർത്താവിൻ്റെ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. ഇന്ന് പകലിൽ
നമ്മുടെ പ്രിയ കുഞ്ഞുങ്ങളുടെ വിവാഹ നിശ്ചയ ശുശ്രൂഷ ബന്ധത്തിൽ വിവിധ ഇടങ്ങളിൽ നിന്ന് ഈ ഓഡിറ്റോറിയത്തിൽ ഇരു കുടുംബങ്ങളുടെയും ക്ഷണം സ്വീകരിച്ച് കടന്നു വരുവാൻ കർത്താവ് നൽകിയ നല്ല അവസരത്തെ ഓർത്ത് നന്ദിയോടെ കർത്താവിനെ സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്യുന്നു. കടന്നു വന്ന എല്ലാ മാതാപിതാക്കൾ, സഹോദരി സഹോദരങ്ങൾ, കുഞ്ഞുങ്ങൾ, ബഹുമാന്യരും ആദരണീയരുമായ കർത്തൃദാസന്മാർ ഏവരെയും ഈ വിവാഹ നിശ്ചയ ശുശ്രൂഷയിലേക്ക് കർത്താവായ യേശുക്രിസ്തുവിന്റെ നാമത്തിൽ സ്വാഗതവും വന്ദനവും അറിയിക്കുകയാണ്. ഇന്ത്യൻ പെന്തക്കോസ്ത് ദൈവസഭ പുനലൂർ ഡിസ്ട്രിക്റ്റിന്റെ സൺഡേ ശുശ്രൂഷകനായി സേവനമനുഷ്ഠിക്കുന്ന ബഹുമാനിയ കർത്തൃദാസൻ പാസ്റ്റർ ജോസ് കെ എബ്രഹാം ഇന്ന് പകൽ നമ്മോട് ഒരുമിച്ചായിരിക്കുന്നു. ഈ വിവാഹ നിശ്ചയ ശുശ്രൂഷയുടെ മുഖ്യ ദൈവവചനം ശുശ്രൂഷിക്കുന്നത് ബഹുമാനിയ കർത്തൃദാസനാണ്. പ്രിയ കർത്താവിന്റെ ദാസനെ വിവാഹ നിശ്ചയ ശുശ്രൂഷയിലേക്ക് കർത്താവിന്റെ നാമത്തിൽ സ്വാഗതം ചെയ്യുകയാണ്. അതുപോലെ തന്നെ വരന്റെ ഭാഗത്ത് ചർച്ചക്കോട് മാർത്താണ്ഡകര സഭയുടെ ശുശ്രൂഷകനായിരിക്കുന്ന പാസ്റ്റർ രാജൻ ജോൺ അവറുകൾ പ്രിയ കർത്തൃദാസനെയും ഈ വിവാഹ നിശ്ചയ ശുശ്രൂഷയിലേക്ക് കർത്താവിന്റെ നാമത്തിൽ സ്വാഗതം ചെയ്യുന്നു. IPC പുനലൂർ ഡിസ്ട്രിക്റ്റിന്റെ സെക്രട്ടറിയായി സേവനമനുഷ്ഠിക്കുന്ന ബഹുമാനിയ കർത്തൃദാസൻ പാസ്റ്റർ ബോബൻ ക്ലീറ്റസ് പ്രിയ കർത്താവിന്റെ ദാസനെ വിവാഹ നിശ്ചയ ശുശ്രൂഷയിലേക്ക് കർത്താവിന്റെ നാമത്തിൽ സ്വാഗതം ചെയ്യുന്നു. IPC ഹെബ്രോൻ സഭയോടുള്ള ബന്ധത്തിൽ മുൻ ശുശ്രൂഷകനായി അനുഗ്രഹിക്കപ്പെട്ട നിലയിൽ സേവനമനുഷ്ഠിച്ച ബഹുമാന്യ കർത്തൃദാസന്മാർ ഇന്ന് വിവാഹ നിശ്ചയ ശുശ്രൂഷയിൽ സംബന്ധിക്കുന്നു. ഞാൻ വളരെ സ്നേഹിക്കുന്ന ബഹുമാന്യ കർത്തൃദാസൻ പാസ്റ്റർ PK മാത്യു അവറുകൾ കുടുംബം കർത്താവിന്റെ ദാസനെയും ഈ വിവാഹ നിശ്ചയ ശുശ്രൂഷയിലേക്ക് സ്വാഗതം ചെയ്യുകയാണ്. കർത്താവിന്റെ ദാസൻ പാസ്റ്റർ ബിജു ടി ഫിലിപ്പ് IPC ഹെബ്രോൻ അലിബുക്ക് സഭയിൽ കഴിഞ്ഞ നാളുകൾ ശക്തമായി ശുശ്രൂഷിപ്പാൻ ദൈവദാസനെ കുടുംബമായി ദൈവം സഹായിച്ചു. കർത്താവിന്റെ ദാസനെയും ഈ വിവാഹ നിശ്ചയ ശുശ്രൂഷയിലേക്ക് കർത്താവിന്റെ നാമത്തിൽ സ്വാഗതം ചെയ്യുന്നു. അതുപോലെ തന്നെ അനേക കർത്തൃഭൃത്യന്മാർ സ്റ്റേജിലും ഓഡിയൻസിന്റെ ഇടയിലും ഒക്കെ ആയിരിക്കുന്നു. അവരെല്ലാവരെയും ഓർത്ത് ഞാൻ കർത്താവിനെ സ്തുതിക്കുകയാണ്. കർത്താവിന്റെ ദാസൻ പാസ്റ്റർ ഷിബു കുരുവിള, അതുപോലെ കർത്താവിന്റെ ദാസൻ പാസ്റ്റർ ജി ബാബു, കർത്താവിന്റെ ദാസൻ പാസ്റ്റർ വർഗീസ് ജോയി, പാസ്റ്റർ എം ജോയി നല്ലില്, അതുപോലെ IPC ഹെബ്രോൻ സഭയോടുള്ള ബന്ധത്തിൽ കർത്താവിന്റെ ദാസന്മാർ, അവിടുത്തെ മെമ്പർഷിപ്പ് ഉള്ളതായ ദൈവദാസന്മാർ ഇവിടെ കടന്നു വന്നിട്ടുണ്ട്. പാസ്റ്റർ PT എബ്രഹാം, പാസ്റ്റർ MC ജോസഫ്, പാസ്റ്റർ ഫ്രാൻസിസ് കോശി. കുടുംബങ്ങളോടുള്ള ബന്ധത്തിൽ പ്രത്യേക പ്രിയ ഡി മാമച്ചനോടുള്ള കുടുംബത്തോടുള്ള ബന്ധത്തിൽ കുടുംബാംഗങ്ങൾ കർത്തൃവേലയിലായിരിക്കുന്ന പ്രിയപ്പെട്ടവരുണ്ട്. പാസ്റ്റർ ജോൺസൺ ടി, പാസ്റ്റർ രാജു പി, പാസ്റ്റർ MB രാജു, പാസ്റ്റർ സ്വാൻസി ഡാനിയൽ, പാസ്റ്റർ M ജോയ്, എല്ലാ കർത്തൃദാസന്മാരെയും ഞാൻ പലരുടെയും പേര് വിട്ടുപോയിട്ടുണ്ട്. എല്ലാവരെയും ഈ വിവാഹ നിശ്ചയ ശുശ്രൂഷയിലേക്ക് കർത്താവിന്റെ നാമത്തിൽ സ്വാഗതം ചെയ്യുന്നു. കർത്താവിന്റെ ദാസൻ പാസ്റ്റർ എല്ലാവർക്കായി സ്തോത്രം ചെയ്യുന്നു. IPC അലിബുക്ക് സഭയോടുള്ള ബന്ധത്തിൽ കടന്നു വന്ന എല്ലാ വിശ്വാസ സമൂഹം, പ്രിയപ്പെട്ടവരുടെ കഴിഞ്ഞ നാളുകളുടെ പ്രാർത്ഥന പ്രിയമാച്ചവരുടെ കുടുംബത്തിന്, തലമുറകൾക്ക് ഒക്കെ വലിയ അനുഗ്രഹമായി തീരുവരുടെയായി തീർന്നു. അതുപോലെ ഈ കുടുംബങ്ങളെയും അവരുടെ ബന്ധുപുത്രാദികളായി, ചർച്ചക്കാരായി, പ്രിയപ്പെട്ടവരായി, സ്നേഹിതരായി ഒക്കെ ഇവിടെ കടന്നു വന്ന എല്ലാ പ്രിയപ്പെട്ടവരെയും ഈ വിവാഹ നിശ്ചയ ശുശ്രൂഷയിലേക്ക് കർത്താവിന്റെ നാമത്തിൽ സ്വാഗതം ചെയ്യുകയാണ്. ടീം അംഗങ്ങൾ പ്രിയപ്പെട്ടവരെ ഓർത്ത് കർത്താവിനെ സ്തുതിക്കുന്നു. അവരെയും കർത്താവിന്റെ നാമത്തിൽ സ്വാഗതം പറയുന്നു. അതുപോലെ ഫോട്ടോസ് വീഡിയോസ് എടുക്കുന്ന എന്റെ സ്നേഹിതൻ മഹാരാജാസ് പുനലൂർ സന്തോഷ്, അവരെ ടീം അംഗങ്ങൾ ഏവരെയും ഈ വിവാഹ നിശ്ചയ ശുശ്രൂഷയിലേക്ക് കർത്താവിന്റെ നാമത്തിൽ സ്വാഗതം പറയുകയാണ്. എല്ലാ പ്രിയപ്പെട്ടവരെയും കർത്താവ് ധാരാളമായി അനുഗ്രഹിക്കട്ടെ എന്ന് ദൈവസ്ഥ ആഗ്രഹിക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്യുന്നു. വളരെ പ്രാർത്ഥനയോടുകൂടെ ഈ ശുശ്രൂഷയിൽ നമുക്ക് സംബന്ധിക്കാം. പ്രത്യേക ഇന്ന് വിവാഹ നിശ്ചയത്തോടുള്ള ബന്ധത്തിൽ നമ്മുടെ കടന്നു വന്നപ്പോൾ IPC ഹെബ്രോൻ സഭയുടെ ബന്ധത്തിൽ അലിബുക്കിൽ ഞങ്ങൾക്ക് വളരെ സന്തോഷമുണ്ട്. ആ സഭയുടെ വളരെ സ്ഥായിയായ ഒരു കുടുംബമാണ് കർത്താവിന്റെ ദാസൻ പ്രിയ ഡി മാമച്ചൻ കുടുംബം, പ്രിയ മിനിസ്റ്റർ. അവരുടെ ദാമ്പത്യ ജീവിതത്തിൽ അനുഗ്രഹിക്കപ്പെട്ടതായ 2 തലമുറകളെ ദൈവം ദാനമായി കൊടുത്തു. മൂത്ത മകളാണ് മെർലിൻ ടി മാമച്ചൻ, ഇളയ മകൻ മെൽവിൻ മാമച്ചനോടെ ഉണ്ട്. പ്രിയപ്പെട്ടവരെ ഓർത്ത് ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. ഏകദേശം 40 വർഷം സൺഡേ സ്കൂൾ അധ്യാപകനായി, അതുപോലെ 15 വർഷം സഭയുടെ സെക്രട്ടറിയായി വളരെ സുസ്ഥിരമായി സേവനമനുഷ്ഠിച്ച ബഹുമാന്യ
ബഹുമാനിയ ഒരു സഹോദരനാണ് പ്രിയ മാമച്ചൻ പറഞ്ഞത്. ദൈവസഭയുടെ എല്ലാ ആത്മീയ പ്രവർത്തനങ്ങൾക്കും സജീവ സാന്നിധ്യം ആ കുടുംബത്തോടുള്ള ബന്ധത്തിലുണ്ട്. വളരെ പ്രാർത്ഥിക്കുന്ന ആത്മീയമായ എല്ലാ കൂട്ടായ്മകൾക്ക് സംബന്ധിക്കുന്ന പ്രിയ ഷിബ മാമച്ചനെ ഓർത്ത് ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. ആ രണ്ട് കുഞ്ഞുങ്ങളും ദൈവകൃപയിൽ വളരുവാൻ കർത്താവർക്ക് കൊടുത്ത നല്ല അവസരത്തെ ഓർത്ത് ദൈവത്തെ സ്തുതിക്കുന്നു. ദൈവസഭയുടെ സൺഡേ സ്കൂൾ PYPA പ്രവർത്തനങ്ങൾക്ക് വളരെ സജീവമായ നിലയിൽ ചുമല കൊടുക്കുന്ന അനുഗ്രഹിക്കപ്പെട്ട കുഞ്ഞുങ്ങളാണ് അവരിരുവരും. മൂത്ത മകൾ പ്രിയ മെർലിൻ മാമച്ചൻ മാന്യമായ വിദ്യാഭ്യാസം പ്രിയ പൈതൽ ദൈവം കൊടുത്തു. ഇപ്പോൾ ബാംഗ്ലൂരിൽ ജോലിയോടുള്ള ബന്ധത്തിൽ പ്രിയ പൈതലായിരിക്കുന്നു. അവിടെയും ആത്മീയ കൂട്ടായ്മ ബന്ധത്തിൽ പ്രിയ പൈതൽ നിലനിൽക്കുന്നത് ഓർത്ത് ഞാൻ കർത്താവിനെ സ്തുതിക്കുകയാണ്. പ്രിയ പൈതലിന്റെ ഭാവികരമായ വിഷയത്തെ ഓർത്ത് മാതാപിതാക്കൾ, സഹോദരങ്ങൾ, ദൈവസഭ കഴിഞ്ഞ നാളുകൾ പ്രാർത്ഥിപ്പാനിടയായി തീർന്നു. ഇന്ന് അപ്രകാരം വിവാഹ നിശ്ചയത്തോടുള്ള ബന്ധത്തിൽ കൂടി വരുവാൻ ദൈവമിടയാക്കിയത് ഓർത്ത് ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. പ്രിയ മകൾക്ക് വേണ്ടി കണ്ടിരിക്കുന്നതായ നിയുക്ത വരൻ പ്രിയ വിനൂപി തോമസിനെ ഓർത്ത് ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. ഭർത്താനഗര ചർച്ച് ഓഫ് ഗോഡ് സഭയുടെ സജീവ ഒരു കുടുംബമാണ് പ്രിയ ഫിലിപ്പ് തോമസിന്റെ കുടുംബം. പ്രിയ ചാരയെ ഓർത്ത് ദൈവത്തെ മഹത്വപ്പെടുത്തുന്നു. പ്രിയ മോളമ്മ ഫിലിപ്പ്, പ്രിയ മാതാവ് വളരെ പ്രാർത്ഥന അനുഭവത്തോടുകൂടി ആത്മീയ പൈതൃകത്തിൽ നിലകൊള്ളുന്നതായ ഒരു കുടുംബമാണ്. അവർക്ക് അനുഗ്രഹിക്കപ്പെട്ടതായ 2 തലമുറകളെ ദൈവം പ്രധാനമായി കൊടുത്തു. മൂത്ത മകൻ ബിജു പി തോമസ് മേലൂരുള്ള ബന്ധത്തിൽ വിദേശത്ത് താനായിരിക്കുന്നു. പ്രിയപ്പെട്ടവരെ കുടുംബമായി ഓർത്ത് ദൈവത്തെ സ്തുതിക്കുകയാണ്. പ്രിയ മകൻ ബിജു പി തോമസ് മാന്യമായ വിദ്യാഭ്യാസം പ്രിയ മകൻ ദൈവം നൽകുകയും ഇപ്പോൾ വിദേശത്ത് ജോലിയോടുള്ള ബന്ധത്തിൽ താനായിരിക്കുന്നു. അങ്ങനെ വളരെ ആത്മീയ നിലവാരം പുലർത്തുന്ന 2 കുഞ്ഞുങ്ങളാണ് ഇന്ന് വിവാഹ നിശ്ചയ ശുശ്രൂഷയിലേക്ക് പ്രവേശിക്കുന്നത്. അനുഗ്രഹിക്കപ്പെട്ട പ്രാർത്ഥിക്കുന്ന മാതാപിതാക്കളാൽ അവർക്ക് ജനിക്കപ്പെടുവാനിടയായി തീർന്നു. ദൈവസഭയുടെ പ്രാർത്ഥനകൾ, ദൈവദാസന്മാരുടെ ഉപദേശങ്ങൾ, പ്രാർത്ഥനകൾ ആ പ്രിയ കുഞ്ഞുങ്ങൾക്ക് അനുഗ്രഹത്തിന് ദൈവം മുഖാന്തരമാക്കുന്നു. എല്ലാ നിലകളിലും പ്രിയ കുഞ്ഞുങ്ങളുടെ വിവാഹ നിശ്ചയ ശുശ്രൂഷ ഒരു വലിയ അനുഗ്രഹമായി തീരട്ടെ എന്ന് ഞാൻ ദൈവസന്നിധിയിൽ ആഗ്രഹിക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്യുകയാണ്. തുടർന്ന് ഉള്ള വിവിധ പ്രോഗ്രാമുകൾ നടക്കേണ്ടതുണ്ട്. ഇനി ഞാൻ സമയം മുൻപോട്ട് എടുക്കുവാൻ ആഗ്രഹിക്കുന്നില്ല. വളരെ പ്രാർത്ഥനയോടുകൂടെ നമുക്ക് ദൈവസന്നിധിയിലായിരിക്കാം. ഇപ്പോൾ നമ്മെ വിളിച്ചു വരുത്തിയതിൻ്റെതായ ഉദ്ദേശം വധുവിന്റെ ഭാഗത്ത് നിന്ന് അതിന്റെ ഉത്തരവാദിത്തപ്പെട്ടവർ മുൻപോട്ട് കടന്നു വന്ന് അറിയിക്കാം. അതിനായി പ്രിയപ്പെട്ടവരെ ക്ഷണിക്കുന്നു. കർത്താവിന്റെ ദാസൻ പ്രിയ മെർലിൻ മോളുടെ അങ്കിൾ ജോൺസൺ, പാസ്റ്റർ ജോൺസൺ മുൻപോട്ട് കടന്നു വന്ന് നമ്മെ വിളിച്ചു വരുത്തിയതിന്റെ ഉദ്ദേശം ഇപ്പോൾ അറിയിക്കുന്നു. കർത്താവിൻ്റെ പരിശുദ്ധമായ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. ഈ ശുശ്രൂഷകൾക്ക് നേതൃത്വം നൽകുന്ന കർത്താവിൻ്റെ ദാസൻ പാസ്റ്റർ ഷാജി സോളമൻ അവറുകൾ, വേദിയിൽ ഉപവിഷ്ടരായിരിക്കുന്ന ബഹുമാന്യ കർത്താവിൻ്റെ ദാസന്മാർ, സദസ്സിലായിരിക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവർ, വിശേഷാലിക ഭവനത്തിൽ നിന്നും കടന്നു വന്നിരിക്കുന്ന പ്രിയജനങ്ങൾ, ബന്ധുമിത്രാദികൾ, സ്നേഹിതർ, ചാർച്ചക്കാരെല്ലാവരും ഞാൻ കർത്താവിൽ വന്ദനം ചെയ്യുകയാണ്. വിശേഷാൽ ഈ മീറ്റിംഗ് ഇങ്ങനെ ഇവിടെ വിളിച്ചു കൂട്ടുവാനുണ്ടായതായ കാരണം നിങ്ങളെ അറിയിക്കുവാൻ വേണ്ടിയാണ് ഞാനിവിടെ ആയിരിക്കുന്നത്. പത്തനംതിട്ട താലൂക്കിൽ, പത്തനാപുരം താലൂക്കിൽ പിറവന്തൂർ പഞ്ചായത്തിൽ, പിറവന്തൂർ വില്ലേജിൽ താന്നിവിള വീട്ടിൽ മെർലിൻ കോട്ടേജിൽ മിസ്റ്റർ മാമച്ചൻ ഡേവിഡ്, എൻ്റെ വാത്സല്യ അളിയൻ, മിസസ് ഷീവ മോൾ മാമച്ചൻ, എൻ്റെ സഹോദരി, അവർക്ക് ദൈവദാനമായി നൽകിയ മകൾ മെർലിൻ മാമച്ചനും, അതുപോലെ തന്നെ പുനലൂർ താലൂക്കിൽ കുളത്തൂപ്പുഴ പഞ്ചായത്തിൽ തിങ്കൾക്കരിക്കം വില്ലേജിൽ എബനേസർ ഭവനത്തിൽ മിസ്റ്റർ ഫിലിപ്പ് തോമസിൻ്റെയും മിസസ് മോളമ്മ തോമസിൻ്റെയും മകൻ ബിനു പി തോമസും തമ്മിലുള്ളതായ വിവാഹ ആലോചന വരുവാനിടയായി. ഇരു കുടുംബങ്ങളും ദൈവദാസന്മാരും ചേർന്ന് ആ കാര്യങ്ങളെക്കുറിച്ച് ചർച്ച ചെയ്യുകയും ഒരു ധാരണയിലെത്തുകയും ചെയ്യുവാൻ തക്കവണ്ണം ഇടയായി. ആ ധാരണ നിങ്ങളെ അറിയിച്ച് നിങ്ങളുടെ അനുവാദത്തോടെ അതിനെ ഉറപ്പുവരുത്തുവാൻ വേണ്ടിയാണ് ഈ സഭ വിളിച്ചു കൂട്ടിയിരിക്കുന്നത് എന്നുള്ള കാര്യം നിങ്ങളെ അറിയിക്കുന്നു. അടുത്തത് ഇരു കുഞ്ഞുങ്ങളെയും കാണേണ്ടതുണ്ട്. അതുകൊണ്ട് പ്രിയ
നിയുക്ത വധുവും വരനും അവരുടെ ഈ സ്റ്റേജിലേക്ക് കടന്നു വരാം. അപ്പോൾ തന്നെ അവരുടെ മാതാപിതാക്കളും കൂടെ സഹോദരൻ കൂടെ കടന്നു വരാമെന്ന് ഇപ്പോൾ വേറൊരു ഗാനം ആലപിക്കും. തുടർന്ന് ഈ വിവാഹം എപ്പോൾ എവിടെ വെച്ച് നടത്തണമെന്നുള്ളത് നിയുക്തവരന്റെ ഭാഗത്തു നിന്നും ഉത്തരവാദിത്തപ്പെട്ടവർ മുൻപോട്ട് കടന്നു വന്ന് പൊതുസഭയിൽ അറിയിക്കാറുണ്ട്. ദൈവനാമത്തിന് മഹത്വം ഉണ്ടാകട്ടെ. പ്രിയ വധു ഞങ്ങളിൻ്റെ കുടുംബവും മാതാപിതാക്കളുമായിട്ട് ആലോചിച്ച് ഒരു ധാരണ ഉണ്ടാക്കിയിട്ടാണ് നമുക്ക് ഇന്നിവിടെ കൂടുവാൻ ഇടയായിരിക്കുന്നത്. ഞാൻ വരൻ്റെ പിതാവാണ്. ഫിലിപ്പ് തോമസ് എന്നാണ് പേര്. ചർച്ചക്കോട് മാർത്താണ്ഡ സഭയിലെ ഒരു കുടുംബമാണ്. അപ്പോൾ മുൻ ധാരണ പ്രകാരം വരുന്ന ഡിസംബർ മാസം 5-ാം തീയതി വ്യാഴാഴ്ച 11 മണിക്ക് അഞ്ചൽ വൈറ്റ് പാലസ് ഓഡിറ്റോറിയത്തിൽ വെച്ച് ഈ പ്രിയ കുഞ്ഞുങ്ങളുടെ വിശുദ്ധ വിവാഹം നടക്കുവാനാണ് ക്രമീകരണം ചെയ്ത് വച്ചിരിക്കുന്നത് എന്നുള്ള വിവരം ഇവിടെ അറിയിക്കുകയാണ്. ബാക്കി വിവരങ്ങൾ ദേവദാസന്മാ സംസാരിക്കുന്നത്. നിയുക്തവരന്റെ ഭാഗത്തുനിന്നുള്ളതായ കാര്യങ്ങൾ ഓർമ്മിപ്പിച്ചല്ലോ. ഈ ഡിസംബർ മാസം 12-ാം തീയതി 5-ാം തീയതി രാവിലെ 10 മണിക്ക് ചർച്ചക്കോട് മാർത്താണ്ഡകര സഭയുടെ ആഭിമുഖ്യത്തിൽ അഞ്ചൽ വൈറ്റ് പാലസ് ഓഡിറ്റോറിയത്തിൽ വെച്ച് വിവാഹ ശുശ്രൂഷ നടത്തുവാനാണ് തീരുമാനത്തിൽ എത്തിയിരിക്കുന്നത്. അതിൻ്റെ കാര്യങ്ങളുടെ പൂർത്തീകരണത്തിനായി വിവാഹ നിശ്ചയരേഖ തുടർന്ന് ക്രമീകരിക്കുവാൻ ആഗ്രഹിക്കുന്നു. അപ്പോൾ വേറൊരു ഗാനം ആലപിക്കുകയും ഈ സമയത്ത്
നിയുക്ത വരനും വധുവും, അതുപോലെ അവരുടെ രക്ഷകർത്താക്കൾ, ഇരുസഭയുടെ പ്രതിനിധികൾ, സഭാ പാസ്റ്റർമാർ ഈ നിശ്ചയ രേഖയിൽ സൈൻ ചെയ്യുവാൻ അവരെ ക്ഷണിക്കുകയാണ്. ഇവിടെ തയ്യാറാക്കിയ വിവാഹ നിശ്ചയ രേഖ പരസ്യമായി വായിക്കുന്നു. ഇന്ത്യ പെന്തക്കോസ്ത് ദൈവസഭ കേരള സ്റ്റേറ്റ് വിവാഹ നിശ്ചയ രേഖ. ദൈവത്തിന് സ്തോത്രം. ദൈവഇഷ്ടമായാൽ കൊല്ലം ജില്ലയിൽ പുനലൂർ താലൂക്കിൽ തിങ്കൾക്കരിക്കം വില്ലേജിൽ എവരേസ്റ്റ് ഭവൻ വീട്ടിൽ പിതാവ് ഫിലിപ്പ് തോമസ്, മാതാവ് മോളമ്മ ഫിലിപ്പ് ദമ്പതികളുടെ മകനും ചർച്ച് ഓഫ് ഗോഡ് ഫുൾ ഗോസ്പൽ മാർത്താണ്ഡകര സഭാംഗമായ ബിനു പി തോമസും കൊല്ലം ജില്ലയിൽ പത്തനാപുരം താലൂക്കിൽ പിറവന്തൂർ വില്ലേജിൽ താന്നിവിള മെറിൽ കോട്ടേജിൽ പിതാവ് മാമച്ചൻ ഡേവിഡ്, മാതാവ് ഷീവാമോൾ മാമച്ചൻ ദമ്പതികളുടെ മകളും IPC ഹെബ്രോൺ സഭാംഗമായ മെർലിൻ ടി മാമച്ചൻ തമ്മിലുള്ള വിശുദ്ധ വിവാഹം 2024 ആണ്ട് 12 മാസം 5-ാം തീയതി രാവിലെ 10 മണിക്ക് ചർച്ച് ഓഫ് ഗോഡ് ഫുൾ ഗോസ്പൽ മാർത്താണ്ഡകര സഭയുടെ ചുമതലയിൽ വൈറ്റ് പാലസ് അഞ്ചൽ ഓഡിറ്റോറിയത്തിൽ വെച്ച് നടത്തി ഗ്രഹപ്രവേശനം വരന്റെ വീട്ടിൽ നടത്തുവാൻ ഇന്നേ ദിവസം വേണ്ടപ്പെട്ടവർ കൂടി ആലോചിച്ച് വിവാഹ നിശ്ചയം നടത്തിയിരിക്കുന്നു. സ്ഥലം അലിബുക്ക്. വരനും വധുവും അവരുടെ പേരിൽ സൈൻ ചെയ്തിട്ടുണ്ട്. ഇത് രക്ഷകർത്താക്കൾ അവർ പേരിൽ സൈൻ ചെയ്തിട്ടുണ്ട്. സഭാ ശുശ്രൂഷകന്മാർ, സഭാ പ്രതിനിധികൾ അവർ സൈൻ ചെയ്തതായ രേഖയാണ് പൊതുവായി ഇവിടെ വായിപ്പാൻ ഇടയായിത്തീർന്നത്.
ഇപ്പോൾ വിവാഹ നിശ്ചയ രേഖ കൈമാറുവാൻ അതിൻ്റെ ഉത്തരവാദിത്തപ്പെട്ടവരും മുൻപോട്ട് കടന്നു വരും. അപ്പോൾ തന്നെ നമുക്കൊരു നിമിഷം പ്രാർത്ഥിച്ച് ഈ വിവാഹ നിശ്ചയ രേഖ കൈമാറാം. മനുഷ്യൻ ഏകനായിരിക്കുന്ന അന്നല്ല, ഞാൻ അവന് തക്കതായ തുണ ഉണ്ടാക്കി കൊടുക്കുമെന്ന് അരുളിച്ചയുടെ കർത്താവ് ഞങ്ങൾക്ക് വേണ്ടി, ഞങ്ങളുടെ തലമുറകൾക്ക് വേണ്ടി തക്ക സമയത്ത് തക്ക തുണകളെ ഒരുക്കി അവരെ കൂട്ടി യോജിപ്പിച്ച് അനുഗ്രഹിക്കപ്പെട്ടതായ കുടുംബജീവിതം നയിക്കുവാൻ തക്കവണ്ണം ദൈവം ഒരുക്കുന്ന അവസരങ്ങൾക്കായി, ദാനം നൽകുന്ന നല്ല നാളുകൾക്കായി കർത്താവിനെ ഞങ്ങൾ വാഴ്ത്തുകയും സ്തുതിക്കുകയും ചെയ്യുന്നു. കർത്താവെ, ഇന്ന് ഇവിടെ നിന്റെ ദാസന്മാരുടേതായ അധ്യക്ഷതയിൽ കർത്താവെ ഞങ്ങളുടെ കുഞ്ഞുങ്ങളുടെ വിവാഹ നിശ്ചയം നടക്കുകയും അതേ 5-ാം തീയതി വിവാഹ വിശുദ്ധ ശുശ്രൂഷയിലൂടെ പ്രിയ കുഞ്ഞുങ്ങൾ കുടുംബത്തിലേക്ക് പ്രവേശിപ്പാൻ ഇവിടെ തീരുമാനം പ്രഖ്യാപിക്കുകയും ചെയ്തിരിക്കുന്നല്ലോ. പ്രിയ കുഞ്ഞുങ്ങൾക്ക് വേണ്ടി ഞങ്ങൾ പ്രത്യേകം പ്രാർത്ഥിക്കുന്നു. അവരുടെ ജനനം മുതൽ ഇന്ന് വരെ അവരെ അനുഗ്രഹിച്ച ദൈവമേ, അവരെ സഹായിച്ച ദൈവമേ, അവർക്ക് ആവശ്യമായ വളർച്ച നൽകിയ ദൈവമേ, അവർക്ക് വിദ്യാഭ്യാസം നൽകിയ ദൈവമേ, നല്ല തൊഴിൽ സാധ്യതകളെ നൽകിയ ദൈവമേ, ആമേ, ദൈവ കൃപയിലും ആത്മീയ അനുഭവങ്ങളിലും അവർ കാണപ്പെടുവാൻ തക്കണം അവരുടെ പേരിൽ കൃപ ചെയ്ത ദൈവമേ, തുടർന്നുള്ളതായ അവരുടെ ജീവിതത്തെ ദൈവം അനുഗ്രഹിക്കുമാറാകുമെന്ന് പ്രാർത്ഥിക്കുന്നു. ഇവിടെ തീരുമാനിച്ച പ്രകാരം തക്ക സമയത്ത് എത്ര അനുഗ്രഹമായ നിലയിൽ അങ്ങനെ ദാസന്മാരുടേതായ ശുശ്രൂഷയാല് പരിശുദ്ധാത്മാവിനാല് പ്രിയർ കൂട്ടി യോജിപ്പിക്കപ്പെട്ട് അനുഗ്രഹിക്കപ്പെട്ട കുടുംബത്തിലേക്ക് പ്രവേശിച്ച് കർത്താവെ എല്ലാ നിലയിലും മാതൃകരമായ ദാമ്പത്യം നയിപ്പാൻ പ്രിയ കുഞ്ഞുങ്ങൾക്ക് വേണ്ടി ഞങ്ങൾ പ്രത്യേകം പ്രാർത്ഥിക്കുന്നു. ഇരുഭവനങ്ങൾ തമ്മിലുള്ള ബന്ധം എത്രയും അനുഗ്രഹവും സന്തോഷമായി ദൈവം സഹായിക്കണമേ. തുടർന്നുള്ള ശുശ്രൂഷകളെ അനുഗ്രഹിക്കണമേ. യേശുക്രിസ്തുവിൻ നാമത്തിൽ അപേക്ഷിക്കുന്നു, കേൾക്കുവാനാകണമേ. ഇപ്പോൾ വിവാഹ നിശ്ചയ രേഖ കൈമാറുവാൻ ഉത്തരവാദിത്തപ്പെട്ടവർ മുൻപോട്ട് വരണമെന്ന് ഞാൻ അറിയിച്ചു. അപ്പോൾ ഇന്ന് അല്പസമയം, ഒത്തിരി സമയം എടുക്കുന്നില്ല. പലരും പറയാറുണ്ട് പെന്തിക്കോസ്തുകാരുടെ യോഗത്തിന് പോയാൽ വീട്ടിൽ പോയാൽ പറ്റത്തില്ല, അത്രത്തോളം സമയം എടുക്കുന്നു. അങ്ങനെയൊന്നും ഞങ്ങൾ ചെയ്യുന്നില്ല. ആമേൻ. എങ്കിലും വളരെ പ്രാധാന്യം അർഹിക്കുന്നത് ദൈവത്തിൻ്റെ വചനമാണ്. ഒരു കുടുംബജീവിതം പ്രകാരമായിരിക്കണമെന്നും കുടുംബജീവിതത്തിൽ പ്രവേശിക്കുന്നവരെ കുറിച്ച് അവരൊക്കെ വളരെ വ്യക്തമായി തിരുവചനത്തിൽ രേഖപ്പെടുത്തിയിട്ടുണ്ട്. മനുഷ്യലേഖനായിരിക്കുന്ന നന്നല്ല എന്ന് യഹോവയായ ദൈവം കണ്ടു. അതുകൊണ്ടാണ് ആദാമിന് തക്ക തുണയെ ദൈവം നൽകിയത്. ദൈവത്താൽ ആരംഭിച്ചതാണ് വിവാഹം. അതിൻ്റെ സ്ഥാപകൻ നമ്മുടെ യഹോവയായ ദൈവമാണ്. നമ്മുടെ കർത്താവ് ഈ ഭൂമിയിൽ വന്നപ്പോൾ ആദ്യമായി ഒരു അത്ഭുതം നടത്തിയത് കാനാവിലെ കല്യാണത്തിന്. അവിടെ കൊണ്ട് തീരുന്നില്ല. വിശുദ്ധ ബൈബിൾ അവസാനിക്കുന്നത് അവനൊരു കല്യാണത്തെ കുറിച്ച് പറഞ്ഞുകൊണ്ടാണ്. കുഞ്ഞാടിന്റെ കല്യാണം വന്നുവല്ലോ, തൻ്റെ കാന്തയും തന്നെത്താൻ ഒരുക്കിയിരിക്കുന്നു. യേശുക്രിസ്തുവാകുന്ന മണവാളൻ തൻ്റെ ചകില ചോരയാൽ സമ്പാദിച്ച ദൈവസഭയെ അവൻ വേടികടിക്കുന്ന മധ്യാകാശത്തിൽ, അതാണ് വെളിപ്പാട് പുസ്തകം എഴുതിയിരിക്കുന്നത്, കുഞ്ഞാടിന്റെ കല്യാണം വന്നുവല്ലോ. അങ്ങനെയെങ്കിൽ ഇവിടെ കൂടിയിരിക്കുന്ന നമ്മൾ ഇരു കുടുംബങ്ങളുടെയും ക്ഷണം സ്വീകരിച്ചാണ് നമ്മളിവിടെ വന്നത്. എന്നാൽ യേശു കർത്താവിന്റെ ആ കുഞ്ഞാടിന്റെ രക്തത്താൽ കഴുകൽ പ്രാപിച്ച, ശുദ്ധീകരണം പ്രാപിച്ച പ്രിയപ്പെട്ട ഭാഗമാണ് മധ്യാകാശത്തിൽ നടക്കുന്നത്. ഇന്ന് പകരം അതിനെ കുറിച്ച് ആഴമായി കുടുംബജീവിതത്തിലേക്ക് പ്രവേശിക്കുന്ന കുഞ്ഞുങ്ങൾ അറിഞ്ഞിരിക്കേണ്ടതും കുടുംബജീവിതത്തിലേക്ക് പ്രവേശിച്ചവർ അറിഞ്ഞിരിക്കേണ്ടതും ഇനി പ്രവേശിക്കാൻ പോകുന്നവർ അറിഞ്ഞിരിക്കേണ്ടതായ വചനങ്ങൾ ചുരുങ്ങിയ നിമിഷങ്ങൾക്കുള്ളിൽ IPC പുനലൂർ ഡിസ്ട്രിക്റ്റിന്റെ ശുശ്രൂഷകനും IPC കേരള സ്റ്റേറ്റിന്റെ കൗൺസിൽ മെമ്പറും ബൈബിൾ കോളേജ് അധ്യാപകനുമായി അനുഗ്രഹിക്കപ്പെട്ട നിലയിൽ കർത്താവിന്റെ മഹത്വമേറിയ ശുശ്രൂഷയ്ക്ക് ചുമല് കൊടുക്കുന്ന ഞാൻ വളരെ സ്നേഹിക്കുന്ന ബഹുമാന്യനും ആദരണീയനുമായ കർത്തദാസൻ ജോസ് കെ എബ്രഹാം തുടർന്നതായ സമയം ദൈവജനം ശുശ്രൂഷിക്കും. അതിനുവേണ്ടി ബഹുമാന്യ കർത്തദാസനെ ക്ഷണിക്കുന്നു. നമ്മുടെ കാര്യങ്ങളെ ഉയർത്തി നിമിഷം കർത്താവിനെ സ്തുതിക്കാം. കർത്താവിൻ്റെ പരിശുദ്ധമായ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. വളരെ അനുഗ്രഹീതമായ നല്ല നിമിഷത്തിനായി ഞാൻ ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. നാം ആഗ്രഹിക്കുകയും പ്രാർത്ഥിച്ചതുപോലെ പ്രിയകുമാരുടെ വിവാഹ നിശ്ചയം വളരെ അനുഗ്രഹീതമായ നിലയിൽ നടക്കുവാൻ കർത്താവ് ഒരുക്കിയ അവസരത്തിനായി സ്തോത്രം ചെയ്യുന്നു. ദൈവം ഒരുക്കി തന്ന എല്ലാ മുഖാന്തരങ്ങളെയും ഓർത്ത് ഞാൻ ദൈവത്തിന് സ്തോത്രം ചെയ്യുകയാണ്. ഇത് വിവാഹ നിശ്ചയ ശുശ്രൂഷയാണ്. വിവാഹ നിശ്ചയ ശുശ്രൂഷയിൽ ഇതിൻ്റെ അധ്യക്ഷനായി വളരെ അനുഗ്രഹീതമായി ഈ ശുശ്രൂഷകൾക്ക് നേതൃത്വം കൊടുക്കുന്ന IPC പുനലൂർ സെൻ്ററിൻ്റെ വൈസ് പ്രസിഡൻ്റായിരിക്കുന്ന കർത്താവ് ദാസും അലിമുഖ് ഹെബ്രോൻ സഭയുടെ ശുശ്രൂഷകനുമായിരിക്കുന്ന
പാസ്റ്റർ ഷാജി സോളോ പാസ്റ്റർ അതുപോലെ ഒരു കുടുംബം ഓർത്ത് സ്തോത്രം ചെയ്യുന്നു. IPC പുല്ലൂർ സെൻറ്ററിൻ്റെ സെക്രട്ടറി പാസ്റ്റർ ബോബ് ക്ലീറ്റസ്, IPC പുല്ലൂർ സെൻറ്റർ സെക്രട്ടറി, അപ്പോൾ തന്നെ IPC കേരള സ്റ്റേറ്റ് കൗൺസിൽ മെമ്പറുമായി ഞങ്ങൾ ഒരുമിച്ച് പ്രവർത്തിപ്പാൻ അവസരം നൽകുന്നു. ഒരുമിച്ചായിരിക്കുന്ന ദൈവത്തെ സ്തുതിക്കുന്നു. IPC അലിമുഖ് ഹെബ്രോൻ സഭയുടെ മുൻ ശുശ്രൂഷകൻ ഞാൻ വളരെ സ്നേഹിക്കുന്ന കർത്താവ് പാസ്റ്റർ PK മാത്യു, അതുപോലെ സഭ കൊട്ടാരക്ക് മേഖലയിൽ ഉൾപ്പെട്ട ചാത്തന്നൂർ സെൻറ്ററിൻ്റെ പാസ്റ്റർ തകച്ചി ജോർജ്, അതുപോലെ മുൻ IPC ഹെബ്രോൻ അലിമുഖ് സഭയുടെ പാസ്റ്റർ ബിജു ടി ഫിലിപ്പ്, അതുപോലെ ആദരണീയരും ബഹുമാന്യരുമായ കർത്തദാസന്മാർ, പ്രത്യേകിച്ച് പ്രിയ വരൻ്റെ പാസ്റ്റർ രാജൻ ജോൺ, ഈ വേദിയിലായിരിക്കുന്ന അനുഗ്രഹീത ദൈവദാസന്മാർ, പാസ്റ്റർ ഷിബു കുരുവിള, ശ്രേഷ്ഠന്മാരായ കർത്തദാസന്മാരെയും ഓർത്ത് സ്തോത്രം ചെയ്യുന്നു. സദസ്സിലുമായിരിക്കുന്ന കർത്തദാസന്മാരുണ്ട്, ഞാൻ വളരെ സ്നേഹിക്കുന്ന ബഹുമാനിക്കുന്ന ആദരണീയരായ കർത്തദാസന്മാർ എല്ലാവരെയും ഓർത്ത് ദൈവത്തെ സ്തുതിക്കുന്നു. പ്രത്യേക പാസ്റ്റർ MG രാജു പാസ്റ്റർ, എൻ്റെ പാപ്പൻ കൂടിയായിരിക്കുന്ന പാസ്റ്റർ സ്വാൻസി ഡാനിയൽ, പാസ്റ്റർ അലിമുഖ് സഭയിലെ പാസ്റ്റർ MC ജോസഫ് ചാൻ, മറ്റ് ശ്രേഷ്ഠന്മാരായ കർത്തദാസന്മാരെ ഓർത്ത് ദൈവത്തെ സ്തുതിക്കുന്നു. IPC പുല്ലൂർ സെൻറ്ററിൻ്റെ അനുഗ്രഹിക്കപ്പെട്ടൊരു സഭയാണ് അലിമുഖ് ഹെബ്രോൻ സഭ. ആ സഭയോടുള്ള ബന്ധത്തിൽ IPC പുല്ലൂർ സെൻറ്ററിലെ എക്സിക്യൂട്ടീവ്സ് പലരും ഇന്ന് മധ്യത്തിലുണ്ട്. ബ്രദർ CG ജോൺസ്, IPC പുല്ലൂർ സെൻറ്റർ ട്രഷറർ, ജോയിൻറ്റ് സെക്രട്ടറി ബ്രദർ ഷിബിൻ ഗിലയാദ്, ഒരേ ഓർത്തും ദൈവത്തെ സ്തുതിക്കുന്നു, വന്ദനം അറിയിക്കുന്നു. പ്രത്യേകിച്ച് മുൻപ് സെൻറ്ററിൻ്റെ പ്രവർത്തനങ്ങൾക്ക് അനുഗ്രഹീതമായി സെൻട്രൽ എക്സിക്യൂട്ടീവ്സ് സെൻട്രൽ കമ്മിറ്റിയിൽ പ്രവർത്തനങ്ങൾ ഒരുമിച്ചായിരിക്കുന്ന പ്രിയ തൊടുക്കോട്ട് പ്രിയ തോമസ് പീറ്റർ ചനച്ചിമുച്ചാൻ, അനുഗ്രഹീത കോയർ റാഫ, സെക്രട്ടറി വർഗീസ് കുടുംബം, മഹാരാജ പ്രിയ സന്തോഷ് ഫോട്ടോസ്, എല്ലാവരെയും ഓർത്ത് ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. നമുക്ക് സഭയിലെ അനുഗ്രഹീത സഭയ്ക്ക് ഈ പ്രവർത്തനങ്ങൾക്കൊക്കെ നേതൃത്വം നൽകുന്നവർ പ്രിയ CT തോമസ് കുടിച്ചാൻ, സാൻ കുടിച്ചാൻ, അവയൊക്കെ ഓർത്ത് എല്ലാ എൽഡേഴ്സിനായി എല്ലാ സഹോദരങ്ങൾക്കായി ഞാൻ ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. കാറ്ററിംഗ് ക്രമീകരണങ്ങളൊക്കെ ചെയ്യുന്നവരുണ്ട്, പ്രിയ അനീഷ് ഉൾപ്പെടെ എല്ലാവരെയും ഓർത്ത് ഞാൻ ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. ഇവിടെ ആയിരിക്കുന്ന എല്ലാ ദൈവമക്കൾക്കായി ഞാൻ ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. പ്രത്യേകം ഇന്ന് ഏറ്റവും പ്രാധാന്യം അർഹിക്കുന്നത് വരുന്ന 5-ാം തീയതി പ്രിയ കുഞ്ഞുങ്ങളുടെ വിവാഹം നടക്കത്തക്കൂടെ വിവാഹ നിശ്ചയം നടക്കുവാൻ കർത്താവ് അവസരമൊരുക്കി ഓർത്ത് സ്തോത്രം ചെയ്യുന്നു. പ്രിയ കുഞ്ഞുങ്ങൾ പ്രിയ മെർലിൻ ടി മാമിച്ച ഓർത്ത് ഞാൻ ദൈവത്തിന് സ്തോത്രം ചെയ്യുകയാണ്. വരൻ ബിനു പി തോമസ്, അവരെ ഓർത്ത് കർത്താവിനെ സ്തുതിക്കുന്നു. ഇവരുടെ വിവാഹ നിശ്ചയത്തിനാണല്ലോ നാം എല്ലാവരും ഇവിടെ ആയിരിക്കുന്നത്. ഇരു കുടുംബങ്ങളെക്കുറിച്ച് കർത്താവിൻ്റെ ദാസൻ വളരെ അനുഗ്രഹിക്കപ്പെടുന്നവരുടെ ആത്മീയ പൈതൃകത്തെക്കുറിച്ച് പറയുവാൻ ഇടയായി തീർന്നു. ബിനുവിൻ്റെ മാതാപിതാക്കൾ ഫിലിപ്പ് തോമസ്, മോളമ്മ ഫിലിപ്പ്, അവരൊക്കെയും അനുഗ്രഹീതമായി മാർത്തണ്ഡകര ചർച്ച ബോർഡിലെ അനുഗ്രഹീത കുടുംബം പ്രിയ ഓർത്ത് സ്തോത്രം ചെയ്തു. പ്രിയ ബിനുവിനെ ഓർത്ത് ദൈവത്തെ സ്തുതിക്കുന്നു, വന്ദനത്തെ അറിയിക്കുന്നു. പ്രത്യേക പ്രിയ മെർലിൻ്റെ മാതാപിതാക്കൾ പ്രിയ മാമച്ചാനും കുടുംബവും പ്രിയ ഷീബ മാമച്ചൻ, അവരെ ഓർത്ത് സ്തോത്രം ചെയ്യുന്നു. IPC പുല്ലൂർ സെൻറ്ററിലെ അനുഗ്രഹിക്കപ്പെട്ട സഭ അലിമുഖ് സഭയിലെ ഹെബ്രോൻ സഭയിലെ അനുഗ്രഹീത കുടുംബം ദീർഘവർഷങ്ങൾ സഭയുടെ സെക്രട്ടറിയായി വളരെ സ്തുത്യർഹമായ സേവനം അനുഷ്ഠിച്ച സൺഡേ സ്കൂൾ അധ്യാപകർ വിവിധ നിലകളിൽ പ്രത്യേകിച്ച് സെൻറ്ററിനും പ്രവർത്തനങ്ങൾക്കുമൊക്കെ വളരെ കൈത്താങ്ങലും പിൻബലമായി നിൽക്കുന്ന പ്രിയ കുടുംബം മാമച്ചാനെ കുടുംബത്തെ ഓർത്ത് ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. അവരുടെ കുടുംബജീവിതത്തെ ദൈവം അനുഗ്രഹിച്ചു, 2 അനുഗ്രഹീത തലമുറകളെ നൽകി. മൂത്ത മകളുടെ വിവാഹ നിശ്ചയത്തിൽ നിന്ന് ഒരുമിച്ചായിരിക്കാൻ ദൈവം ഒരുക്കിയ അവസരത്തിനായി സ്തോത്രം ചെയ്യുന്നു. ഞങ്ങൾക്ക് വലിയ സന്തോഷമുണ്ട്. അവർ ജന്മം മുതൽ ഈ ഘട്ടം വരെ ദൈവം ഒരു കരുതി കാത്തു നടത്തിയ വിധങ്ങളെ ഓർത്ത് സ്തോത്രം ചെയ്യുന്നു. ഏറ്റവും വലിയ സന്തോഷം അവർ യേശു കർത്താവിനെ രക്ഷിതാവും കർത്താവുമായി സ്വീകരിച്ചു. കർത്താവിൻ്റെ കൽപ്പനയനുസരിച്ച് കർത്താവിനോട് ചെരുവിൽ സ്നാനമേറ്റ് ആത്മനിറവിൽ കർത്താവിനെ ഭക്തിയോടെ വിശുദ്ധി ആരാധന ദൈവത്തെ ആരാധിക്കുന്ന അനുഗ്രഹീത കുടുംബങ്ങൾ, തലമുറകൾ, അവരെ ഓർത്ത് ഞാൻ ദൈവത്തിന് സ്തോത്രം ചെയ്യുകയാണ്. കർത്താവ് പ്രിയ കുഞ്ഞുങ്ങൾക്ക് ഒരുക്കിയിരിക്കുന്ന നല്ല അവസരത്തിനായി സ്തോത്രം ചെയ്യുന്ന വിവാഹം നിശ്ചയം ചെയ്യപ്പെട്ടു. ദൈവം അനുവദിച്ചാൽ വരുന്ന 5-ാം തീയതി ഏറ്റവും അനുഗ്രഹിക്കപ്പെട്ട നിലയിലുള്ള ഒരു വിവാഹം നടക്കുവാൻ കർത്താവ് അവസരം ഒരുക്കേണ്ടത് നമുക്കെല്ലാവർക്കും ദൈവത്തിന് പ്രാർത്ഥനയോടെ ആയിരിക്കാം. ഒരു 1-2 വാക്യങ്ങൾ മാത്രം വായിച്ച് പെട്ടെന്ന് എൻ്റെ വാക്കുകൾ നിരിക്കുവാൻ താല്പര്യം. പ്രവചനം 2-ന്റെ 2-ാം വാക്യത്തിൽ 1-2 വാക്യങ്ങൾ വായിക്കുന്നു. നീ എന്നെ അനുഗമിച്ച് നടന്ന നിന്റെ യൗവനത്തിലെ ഭക്തിയും വിവാഹം നിശ്ചയിച്ച കാലത്തിലെ സ്നേഹവും ഞാൻ ഓർത്തു. 2 കൊരിന്ത്യർ 11-ന്റെ 2-ാം വാക്യത്തിൽ ധന്യനായ പൗലോസ്ലീഹ പറയുന്ന വാക്ക്, ഞാൻ നിങ്ങളെ കുറിച്ച് ദൈവത്തിൻ്റെ എരിവോട് എരിയും, ഞാൻ ക്രിസ്തു എന്ന ഏക പുരുഷന് നിങ്ങളെ നിർമ്മല കന്യകയെ ഏൽപ്പിപ്പാൻ
വിവാഹ നിശ്ചയം ചെയ്തിരിക്കുന്നു. ഏറ്റവും അതിപ്രധാനമായിരിക്കുന്ന വാക്യങ്ങൾ ഇടയായി തന്നു. ക്രിസ്തു എന്ന ഏക പുരുഷന് ഞാൻ നിങ്ങളെ നിർമ്മല കന്യകയായി വിവാഹ നിശ്ചയം ചെയ്തിരിക്കുന്നു. ധന്യനായ പൗലോസ് കൊരിന്ത്യരുടെ വിശുദ്ധന്മാർക്ക് എഴുതുന്ന ലേഖനമാണ്. വിവാഹത്തോടുള്ള ബന്ധത്തിലും അതിൻ്റെ ആധികാരികതയെ ഉറപ്പിക്കുവാൻ ദൈവവചനത്തിൽ കൂടെ ഉറപ്പിക്കുന്ന വാക്കുകൾ തൻ്റെ ഭക്തന്മാരായ വിശുദ്ധന്മാരോടുള്ള ബന്ധത്തിൽ പറയുകയാണ്. ഞാൻ നിങ്ങളെ വിവാഹ നിശ്ചയം ചെയ്തിരിക്കുന്നു. അതാണ് ദാസൻ ശൈശവം പാസ്റ്റ് മുമ്പേ അത് ഓർപ്പിച്ചു. ഞങ്ങളെല്ലാം വചനം കൊണ്ടൊന്ന് സമർത്ഥിച്ച് അവസാനം പറയും, ഇതൊരു നിഷ്ഠതയാണ്, ഇത് നിഴൽ പൊരുളായതൊന്ന്. സ്തോത്രം. എത്രയും വേഗം യേശു കർത്താവ് തൻ്റെ വിശുദ്ധന്മാരെ ചേർക്കുവാൻ ആകാശമേഘം പ്രത്യക്ഷപ്പെടും. സ്തോത്രം. ഈ വചനം ഉറപ്പിച്ച് പറയുന്നത് രക്ഷിക്കപ്പെട്ട കർത്താവിനോട് ചെയ്ത് സ്നാനപ്പെട്ട് ആത്മനിറവിൽ വിശുദ്ധിയോടെ ദൈവത്തെ ആരാധിക്കുന്ന വിശുദ്ധന്മാരെ ചേർക്കുവാൻ കർത്താവ് ആകാശമേഘം വരും. ആ വാക്കുകളെ കുറിച്ചുള്ള പറയുന്ന കർത്താവിനോടുള്ള ഭക്തിയിലും വിശ്വാസത്തിലും നിലകൊള്ളുന്ന വിശുദ്ധന്മാർ, ആത്മമണവാളനായ കർത്താവിന് വേണ്ടി ഒരുക്കപ്പെട്ട മണവാട്ടി എന്ന പദം അലങ്കരിക്കുന്ന വിശുദ്ധ സഭയാണ്. നമ്മുടെ കരങ്ങളെ ഉയർത്തി ഒരു നിമിഷം ദൈവത്തെ സ്തുതിക്കാം. എത്ര പേർക്ക് അനുഗ്രഹീത കുടുംബജീവൻ നയിക്കുന്നവരുടെ വ്യത്യസ്ത കുടുംബ പശ്ചാത്തലം ജനിച്ചു വളർത്തപ്പെട്ടവരാ ദൈവത്താൽ ഒന്നാക്കപ്പെടുന്നത്. സ്തോത്രം. വേണ്ടപ്പെട്ടവർ വിവാഹ നിശ്ചയം എന്ന് പറയുമ്പോൾ അതിന് ഒരു കൂടിയാലോചനയുണ്ട്, കൂടിക്കാഴ്ചയുണ്ട്, ഇതിന് വിവാഹ നിശ്ചയമുണ്ട്. അതുവരെ കഴിഞ്ഞു. ഇന്നവർ കോൺട്രാക്ട് ഒപ്പിട്ടു. ഇതൊരു കോൺട്രാക്റ്റാ, ഇതിൽ നിന്നൊന്നും മാറാൻ ഒക്കത്തില്ല. അത് കൃത്യമായി നിങ്ങൾ ഒപ്പിട്ടതാണ്. സ്തോത്രം. എന്നാൽ ഇതിനേക്കാൾ അപ്പുറമായ ഒന്നിനേക്കാണ് 5-ാം തീയതി വരുന്നത്. ഇനിയും ചോദിക്കും, ഒന്നുകൂടെ നടത്തുന്ന ദൈവദാസൻ സമ്മതമാണോ? പ്രൈസ് ദി ലോർഡ്. അന്യോന്യം ദൈവത്തിന്റെ മുമ്പാകെ, ദൈവജനത്തിന് മുമ്പാകെ അന്യോന്യം തീരുമാനിച്ച് ഉറപ്പിച്ച് ചോദിച്ചിട്ടാണ്. അവർ തമ്മിൽ വിശുദ്ധ ഉടമ്പടിയാണ്. ദൈവത്തെയും ദൈവത്തിന്റെ സഭയെയും ശ്രേഷ്ഠ ദൂതന്മാരെയും സാക്ഷിയാക്കി അന്യോന്യം ഉടമ്പടി ചെയ്ത് ഭർത്താവും ഭാര്യയുമായി തീരുന്ന വിവാഹ നിശ്ചയം അന്ന് നടക്കാൻ പോകുന്ന ഉടമ്പടി. ആ ഉടമ്പടിക്ക് ഒരു പ്രത്യേകതയുണ്ട്. കോൺട്രാക്റ്റുകൾ പോലും മാറാൻ പാടില്ല, വേണമെങ്കിൽ മാറാം. എന്നാൽ വിവാഹം കഴിഞ്ഞാൽ അത് ഉടമ്പടിയാണ്. ദൈവത്തെ സാക്ഷി നിർത്തി ആ ഉടമ്പടിയിൽ നിന്ന് വ്യതിചലിക്കുവാൻ ആർക്കും അവകാശമില്ല. എന്നെ കേൾക്കുന്ന എല്ലാവരും ഓർക്കേണ്ട ഒരു കാര്യം, ലോകം എത്ര മാറിയാലും, കാലം എത്ര മാറിയാലും, സാംസ്കാരികമായി വളർന്നെന്ന് പറഞ്ഞാലും, ലോകത്തിന്റെ ഏത് കോഡിൽ താമസിച്ചാലും ഒന്നറിയാം, ലോകത്തിന്റെ ഏത് തത്വങ്ങൾ തിരിച്ചു പറഞ്ഞാലും വചനം പറയുന്നു, പ്രൈസ് ദി ലോർഡ്, ദൈവം യോജിപ്പിച്ചതിനെ മനുഷ്യൻ വേർതിരിക്കരുത്. നമ്മുടെ കരങ്ങളെ ഉയർത്തി കർത്താവിനെ ഒന്നുകൂടെ സ്തുതിക്കുക. എന്തുകൊണ്ട് വിവാഹം? അത് വിശുദ്ധമാണ്, അത് വിനോദമുണ്ട്, അന്യോന്യം വിശ്രാമമാണ്, കൂടുമ്പോൾ ഇമ്പമായിട്ട് ദൈവം സ്ഥാപിച്ചു, സമർപ്പിച്ചു. മാരേജ് ഈസ് ഓണറബിൾ ഇൻ ഓൾ. എന്തുകൊണ്ട്? വിവാഹം എല്ലാവർക്കും മാന്യം, വിവാഹിതന്റെ കിടക്ക നിർമ്മലം. അടുത്ത വാക്കുണ്ട്, എന്നാൽ ദുർനടപ്പുകാരെയും വ്യഭിചാരികളെയും ദൈവം വിധിക്കും. എന്തിനു വേണ്ടി? വാട്ട് ഈസ് ദ പർപ്പസ് ഓഫ് മാരേജ്? തക്ക തുണയായിരിക്കാൻ, അന്യോന്യം തക്ക തുണയായിരിക്കാൻ. സ്തോത്രം. ഈ ഭൂമിയുടെ നിലനിൽപ്പിന്, അല്ലെങ്കിൽ കുടുംബത്തിന്റെ അല്ലെങ്കിൽ വർധനവിന്, അതുകൊണ്ടാണ് ഏതൻ പൂങ്കാവനത്തിൽ ആദവുമാരെ യോജിപ്പിച്ചു. മനുഷ്യൻ ഏകനായിരിക്കുന്ന അന്നല്ല എന്ന് കണ്ട് ദൈവം ഇറങ്ങി വന്ന് യോജിച്ചു. നിങ്ങൾ ഭൂമിയിൽ സന്താന പുഷ്ടിയുള്ളവരെ പെരുകി ഭൂമിയിൽ നിറഞ്ഞ സകലത്തെയും അടക്കി വാഴണം. സ്തോത്രം. ഏറ്റവും അനുഗ്രഹിക്കപ്പെട്ട ഒരു അനുഗ്രഹം കൂടെ ദൈവം തന്നു. അതുകൊണ്ട് ദുർനടപ്പ് നിമിത്തം ഓരോരുത്തരും സ്വന്തം ഭാര്യയും ഓരോരുത്തർക്കും സ്വന്തം ഭർത്താവും ഉണ്ടായിരിക്കട്ടെ. ഈ ലോകത്തിലെ മനുഷ്യൻ വൈകാരിക ജീവിത നിലവാരമുള്ളവരാ. ഈ ലോകത്തിൽ ദുർനടപ്പുണ്ടാകാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് ദുർനടപ്പ് നിമിത്തം ഓരോരുത്തരും സ്വന്തം ഭാര്യയും ഓരോരുത്തർക്കും സ്വന്തം ഭർത്താവും ഉണ്ടായിരിക്കട്ടെ. ഇതൊക്കെ മറ്റു തലങ്ങൾ പറയുമ്പോൾ ഇനി ഒന്നുണ്ട് കുഞ്ഞുങ്ങളെ, കുടുംബമായി ദൈവത്തെ സേവിക്കാൻ ഒരു സ്തോത്രം എത്ര പേർക്ക് പറയാൻ കഴിയും? അനുഗ്രഹീത കുടുംബജീവിതം നയിക്കുന്ന ദൈവമക്കളെ, ദൈവിക വാഗ്ദത്തങ്ങളും അനുഗ്രഹങ്ങളും പ്രാപിച്ച് കർത്താവിൽ ഭക്തിയോടെ ജീവിച്ച് ഒരു ക്രിസ്തീയ കുടുംബമായി, ഒരു പെന്തിക്കോസ്ത് കുടുംബമായി, ജീവിത സാക്ഷ്യമുള്ള ഒരു കുടുംബമായി, തലമുറകൾക്കും സഹോദരി ബന്ധങ്ങൾക്കും സമൂഹത്തിനും ഒരു സാക്ഷ്യമാകുവാൻ അടിസ്ഥാന പ്രമാണങ്ങളിൽ വചനം ഉറപ്പിച്ചു പറയുന്നു, കുടുംബമായി ദൈവത്തെ സേവിപ്പാൻ. ആരാധന ഉയരുന്ന, പ്രാർത്ഥന ഉയരുന്ന കുടുംബങ്ങളിൽ ദൈവപ്രവൃത്തി വെളിപ്പെടുവാൻ ഇടയാകും. അവരുടെ തലമുറകൾ ദൈവത്താൽ അനുഗ്രഹിക്കപ്പെടും. നന്ദി നിറഞ്ഞ ഹൃദയത്തോടെ ഒരു നിമിഷം ദൈവത്തെ സ്തുതിപ്പാൻ ഈ പകലിൽ കർത്താവ് നമുക്ക് ഒരുക്കുന്ന അവസരത്തിനായ ദൈവത്തിന്റെ സ്തോത്രം. ഞാൻ വാക്കുകൾ ദീർഘിപ്പിക്കുന്നില്ല. ഒരു മാരേജ് ഡിവൈൻ ഇൻസ്റ്റിറ്റ്യൂഷൻ, മാരേജ് ഹോണറബിൾ ഇൻ ഓൾ. ദൈവം സ്ഥാപിച്ചതാണ്. എന്തുകൊണ്ട് ഇത് ഇന്നും മനോഹരമായി നിൽക്കുന്നു എന്ന് ചോദിച്ചാൽ, നൂറ്റാണ്ടുകൾ കഴിഞ്ഞിട്ടും ഇത്
നിലകൊള്ളുന്നതിന് കാരണം ഈ യഹോവയായ ദൈവം സ്ഥാപിച്ചു. അനുഗ്രഹീത കുടുംബജീവൻ നയിക്കുന്നവർക്ക് എത്ര പേർക്ക് ദൈവത്തെ സ്തുതിക്കാൻ കഴിയും? വചനം പറഞ്ഞ യഹോവ വീണ്ടും പണിയാതിരുന്ന പണിയുന്നവർ വൃഥാധ്വാനിക്കുന്നു. യഹോവ പട്ടണം കാക്കാതിരുന്ന കാവൽക്കാരൻ വൃഥാ ജാഗരിക്കുന്നു. നമ്മെ നന്നായി പണിത് ഈ പകലിനും ആയുസോടെ ബലത്തോടെ ദൈവസ്ഥൽ കൊണ്ടുവന്ന ദൈവകൃപ അനുഭവിക്കുന്ന ദൈവമക്കൾ ഒരു നിമിഷം ആദരം ചലിപ്പിച്ച് സ്തോത്രം പറയുവാൻ എത്ര പേര് കുടുംബം ദൈവം തന്നതിന് സ്തോത്രം പറയും? നല്ല തലമുറകളെ തന്നതിന്, സാഹോദര്യ ബന്ധങ്ങൾ തന്നതിന്, നല്ല ചാർച്ചക്കാരെ തന്നതിന്, നല്ല കൂട്ടായ്മ ബന്ധം തന്നതിന്, നല്ല സഭയെ തന്നതിന്, നല്ല ദൈവദാസനെ തന്നതിന് ഇന്ന് പകലും ആയുസോടെ ബലത്തോടെ ഒരു സ്തോത്രം പറയുവാൻ കൃപ പ്രാപിച്ച ദൈവമക്കൾ ആദരം ചലിപ്പിച്ച് ഒന്ന് ദൈവത്തിന് മഹത്വം എടുക്കുക. നമ്മെ വീക്ഷിക്കുന്ന ഒരു സമൂഹമുണ്ട്, നമ്മെ മാറ്റിടുന്ന ഒരു സമൂഹമുണ്ട്. ദൈവം അനുവദിച്ചാൽ 5-ാം തീയതി കുടുംബജീവിതത്തിലേക്ക് പ്രവേശിക്കും. മുന്നോട്ടുള്ള പോക്കിൽ ലോകത്തിൽ എന്തെല്ലാം വിഷയങ്ങൾ ഉണ്ടെങ്കിലും മുടക്കം വരാതെ നിലനിർത്തേണ്ട ഒരു ഘടകം പ്രാർത്ഥന. ആരാധന ഉണ്ടായിരിക്കട്ടെ, പ്രാർത്ഥന ഉണ്ടായിരിക്കട്ടെ, കോട്ടജീവിതം ഉണ്ടായിരിക്കട്ടെ. എന്നാൽ നിങ്ങളുടെ കുടുംബജീവിതത്തിൽ ഒരുമിച്ച് ദൈവിക വാഗ്ദത്തങ്ങൾ ഉൾക്കൊണ്ട് പ്രാർത്ഥിക്കുന്നുവെങ്കിൽ ദൈവം നിങ്ങളെ ധാരാളമായിട്ട് അനുഗ്രഹിക്കും. മറ്റൊന്ന്, ഇതൊരു ഡിവൈൻ കവനന്റ്. മലാക്കി 2:14 പറയും, ഷീ ഈസ് ദ വൈഫ് ഓഫ് ദൈ കവനന്റ്. ഇതിന്റെ ഉടമ്പടിയുടെ ഭാര്യ എന്ന ഇത് ദൈവത്താൽ സ്ഥാപിക്കപ്പെട്ടു. ഈ ഉടമ്പടിയിൽ നിന്ന് വ്യതിചലിക്കാൻ നമുക്ക് അവകാശമില്ല. അത് ലോക കോടതി പറഞ്ഞാലും, ലോകം പറഞ്ഞാലും, സമൂഹം പറഞ്ഞാലും, ചുറ്റുപാടുകൾ പറഞ്ഞാലും. അതുകൊണ്ട് ദൈവദാസന്മാർ ലാസ്റ്റ് പറയുന്നൊരു വാക്കുണ്ട്, നിങ്ങളുടെ സ്വന്തം ഇഷ്ടപ്രകാരമോ പരപ്രേരണ കൊണ്ടോ ഈ ഉടമ്പടിയിൽ നിന്ന് വ്യതിചലിക്കുവാൻ അവകാശമില്ല. എന്നേക്കുമുള്ള ഉടമ്പടി, കുടുംബമായി ദൈവത്തെ സേവിപ്പാൻ. ഒരു വാക്കൂടെ പറഞ്ഞ് ഞാൻ എന്റെ വാക്കുകൾ പെട്ടെന്ന് അവസാനിപ്പിക്കും. ഇതൊരു മിസ്റ്ററിയാണ്. എന്താണ് പറഞ്ഞ എഫെസ്യർ 5:22 താഴോട്ട് വായിക്കുമ്പോൾ, ഭാര്യമാരെ നിങ്ങളുടെ ഭർത്താക്കന്മാർക്ക് സകലത്തിന് കീഴടങ്ങിയിരിപ്പിൻ. കൃത്യമായിട്ട് പ്രമാണം പറയുക. ഭർത്താക്കന്മാരെ നിങ്ങളുടെ ഭാര്യയെ സ്നേഹിക്കണം. എങ്ങനെ സ്നേഹിക്കണം? ക്രിസ്തുവും സഭയെ സ്നേഹിച്ചതുപോലെ. താഴോട്ട് പറഞ്ഞു വരുമ്പോൾ ഈ മർമ്മം വലിയത്, ഞാൻ ക്രിസ്തുവിനെയും സഭയെയും ഉദ്ദേശത്തിനെ പറഞ്ഞിരിക്കുന്നത്. സ്തോത്രം, ഹല്ലേലൂയ. കൃത്യമായി കുടുംബജീവിതത്തിന്റെ അനുഗ്രഹത്തിന്റെ അടിസ്ഥാനം ഈ പ്രമാണമാണ്. ഈ പ്രമാണത്തിൽ കൃത്യമായി പറയുക. ഒരുപക്ഷെ MP MLA നാളെ ഉന്നത ഉദ്യോഗസ്ഥ തലം ഒക്കെ ഉണ്ടായെന്ന് വരാം. എന്നാൽ കൃത്യമായ പ്രമാണമുണ്ട്. കുടുംബജീവിതത്തിൽ അനുഗ്രഹം പ്രാപിപ്പാൻ ഭാര്യ ഭർത്താവിന് എന്ത് ചെയ്യണം? കീഴ്പ്പെട്ടും അനുസരിച്ചും ബഹുമാനിച്ചും ദൈവത്തിൽ മുകളിൽ അത് കൃത്യമായിട്ട് ക്രിസ്തുവിന്റെ ഭയത്തിൽ അന്യോന്യം കീഴ്പ്പെട്ടിരിക്കും. ഭർത്താക്കന്മാരോട് പറയുക, ഭാര്യ സ്നേഹിക്കണം. എങ്ങനെ സ്നേഹിക്കണം? ക്രിസ്തുവും സഭയെ സ്നേഹിച്ചതുപോലെ. എങ്ങനെ കർത്താവ് നമ്മെ സ്നേഹിച്ചത്? ജീവൻ നൽകി സ്നേഹിച്ചു. യേശു ക്രിസ്തുവിന്റെ വീണ്ടെടുപ്പ് പ്രാപിച്ച വിശുദ്ധന്മാരുടെ കൂട്ടം അല്പസമയം ദൈവത്തിൽ ഇരിക്കുമ്പോൾ എത്ര പേർക്ക് സ്തോത്രം പറയാൻ കഴിയും? മനുകുലത്തിന്റെ പാപത്തിന് പരിഹാരം വരുത്തുവാൻ നമ്മുടെ നേർച്ച കാഴ്ചകൾക്കോ തീർത്ഥയാത്രകൾക്കോ പുണ്യ കർമ്മങ്ങൾക്കോ കഴിയാതെ വന്നപ്പോൾ അവൻ ദൈവമായിരിക്കെ ദൈവത്തോടുള്ള സമത്വം മുറുകെ പിടിക്കാതെ വേഷത്തിൽ മനുഷ്യനായി ജഡാവതാരമെടുത്ത് ദാസരൂപത്തിൽ ഈ താണലോകത്തിലേക്ക് വന്നു. പാപമില്ലാത്തവരായിരുന്ന കർത്താവിനെ ലോക കോടതിയിൽ വിസ്തരിച്ചിട്ട് പറഞ്ഞു, ഈ നീതിമാന്റെ രക്തത്തിൽ എനിക്ക് പങ്കില്ല, ഇവന് കുറ്റമില്ല. എന്നാൽ ഇവനെ ക്രൂശിക്കുക, ഇവന്റെ രക്തം ഞങ്ങളുടെ മേലും ഞങ്ങളുടെ സന്തതി മേലും വരട്ടെ എന്ന് യഹൂദന്മാർ പറഞ്ഞപ്പോൾ സ്വർഗം പറഞ്ഞു, ഇവൻ എന്റെ പ്രിയപുത്രൻ, ഇവനിൽ ഞാൻ പ്രസാദിച്ചിരിക്കുന്നു. പരിശുദ്ധാത്മാവ് പ്രാവുന്ന രൂപത്തിൽ അവന്റെ മേൽ വന്നു. അവനൊരു പാപവും ഇല്ലായിരുന്നു. എന്നാൽ പിതാവേ, കഴിയുമെങ്കിൽ ഈ പാനപാത്രം എങ്കിലും എന്റെ ഇഷ്ടമല്ല, അവിടുത്തെ ഇഷ്ടമെന്ന് നിറവേറ്റണമേ എന്ന് പറഞ്ഞുകൊണ്ട് പാപമില്ലാത്തവരായി ജനിച്ച് പാപമില്ലാത്തവരായി ജീവിച്ച് മാനുകുലത്തിന്റെ മുഴുവൻ പാപമേറ്റുകൊണ്ട് കാൽവരി ക്രൂശിൽ പാപത്തിന്റെ ശമ്പളം മരണം, പാപം ചെയ്യുന്ന ദേഹി മരിക്കുമെന്നുള്ള ദൈവ വ്യവസ്ഥയ്ക്ക് വാക്കിന് നീതിക്ക് വില കൊടുക്കുക മനുഷ്യനോ മനുഷ്യന്റെ കർമ്മങ്ങൾക്കോ കഴിയാതെ വന്നപ്പോൾ ദൈവമായിരുന്നവൻ ഇറങ്ങി വന്ന് നമ്മുടെ എല്ലാവരുടെയും പാപമേറ്റുകൊണ്ട് കാൽവരി ക്രൂശിൽ മരിച്ചു. വിശ്വസിക്കുന്നവർക്ക് നിത്യജീവനും വീണ്ടെടുപ്പ് നൽകി. വിശ്വസിക്കുന്ന ദൈവമക്കൾ ഒരു നിമിഷം ദൈവത്തെ സ്തുതിക്കാം. അതുകൊണ്ട് അവന് മറ്റൊരിടത്തും രക്ഷയില്ല, മറ്റൊരിടത്തും രക്ഷയില്ല. രക്ഷിക്കപ്പെടുക ആകാശത്തിന് കീഴിൽ മനുഷ്യനേടി നൽകപ്പെട്ട ഒരേ ഒരു നാമം, അത് യേശു എന്ന നാമമാ. ആ യേശു ക്രിസ്തുവിനെ കൈക്കൊണ്ട് അവന്റെ നാമത്തിൽ വിശ്വസിക്കുന്ന ഏവർക്കും ദൈവമക്കളാകുവാൻ അവൻ അധികാരം നൽകി എന്ന് പറഞ്ഞ വാക്കിതാ. രക്ഷിക്കപ്പെട്ട കർത്താവിനെ ആത്മമണവോടെ സ്നേഹിച്ച് വിശുദ്ധിയോടെ നിർമ്മലതയോടെ ദൈവസ്ഥലം മുട്ടുമടക്കി ദൈവത്തെ ആരാധിക്കണം, കുടുംബമായി ദൈവത്തെ സേവിക്കണം, ഭക്തിയോടെ ജീവിക്കണം, വിശുദ്ധന്മാരുടെ ബന്ധത്തിൽ എത്രയും വേഗം നമ്മുടെ കർത്താവ് ആത്മമണവാളനെ കർത്താവ് തന്റെ വിശുദ്ധ മണവാട്ടിയ സഭയെ ചേർക്കുവാൻ ആകാശമേഖല പ്രത്യക്ഷപ്പെടും. പ്രത്യാശയോടെ ദൈവത്തെ സ്തുതിക്കാൻ കഴിയും. അതിനെ ഒരുക്കപ്പെടാത്ത ആരെങ്കിലും ഉണ്ടെങ്കിൽ ഈ സമയം യേശു ക്രിസ്തു മാത്രം രക്ഷകൻ, യേശു ക്രിസ്തു മാത്രം വീണ്ടെടുപ്പുകാരൻ. ഇത്ര സന്തോഷത്തോടെ ഇന്ന് ഇവരുടെ വിവാഹ നിശ്ചയത്തിൽ പങ്കെടുത്ത് വചനം പറയുന്നതിന് കാരണം ഈ കുഞ്ഞുങ്ങളെ കുറിച്ച് ഞങ്ങൾക്ക് വലിയൊരു പ്രതീക്ഷയോട് അനുഗ്രഹീത മാനവനക്കളെ ജനിച്ചു വളർത്തപ്പെട്ടു. ഭക്തിയോടെ വിശ്വസ്തയോടെ ദൈവസഭയ്ക്ക് മുതൽക്കൂട്ടായി ദൈവത്തെ സേവിച്ചു. അങ്ങനെ തലമുറകൾ വളർന്ന് അവരും ഭക്തിയോടെ ദൈവത്തെ സേവിക്കുന്നു. അവർക്ക് വേണ്ടി മാനവനക്കൾ കൂടിയാലോചിച്ച്
അതൊരു കൃത്യഡേറ്റിൽ വിവാഹം നടക്കും. കർത്താവിന്റെ നാമശാണ്. എന്നാൽ യേശു കർത്താവ് സ്നേഹിച്ച ശിഷ്യന്മാരോട് പറഞ്ഞു, ഞാൻ നിങ്ങൾക്ക് സ്ഥലമൊരുക്കാൻ പോകുന്നു. മനുഷ്യവർഗത്തിന്റെ പാപത്തിന് പരിഹാരം വരുത്തി കാലൊരുഷം മരിച്ചടക്കപ്പെട്ട് മൂന്നാം നാൾ ഉയർത്തെഴുന്നേറ്റ് ശിഷ്യന്മാർക്ക് പ്രത്യക്ഷമായിട്ട് പറയുക, നിങ്ങളുടെ ഹൃദയം കലങ്ങി പോകരുത്, ദൈവത്തിൽ വിശ്വസിപ്പിൻ, എന്നെ വിശ്വസിപ്പി, എന്റെ പിതാവിന്റെ ഭവനത്തിൽ അനേകം വാസസ്ഥലങ്ങളുണ്ട്, അല്ലെങ്കിൽ ഞാൻ നിങ്ങൾ പറയുമായിരുന്നു, ഞാൻ പോയി സ്ഥലമൊരുക്കിയ ഞാൻ ഇരിക്കുന്ന ഇടത്ത് നിങ്ങൾ ഇരിക്കരുത്, പിന്നെയോ നിങ്ങൾ എന്റെ അടുക്കൽ ചേർത്തുകൊള്ളും. ലോകത്തിലെ ഒരു മത നേതാക്കന്മാരും തത്വസംഹിത പറയാത്തത് എന്റെ യേശു പറഞ്ഞു, എന്റെ പിന്നാലെ വാ, ഞാൻ സ്വർഗത്തിലെത്തിക്കാം, ഞാൻ തന്നെ വഴിയും സത്യവും ജീവനും, ഞാൻ തന്നെ പുനരുത്ഥാനവും ജീവനുമാകുന്നു. യേശു കർത്താവ് ഉയരങ്ങളിൽ നമുക്ക് വേണ്ടി വാസസ്ഥലം ഒരുക്കാൻ പോയി. വിശുദ്ധിയോടെ നിർമ്മലതയോടെ കർത്താവിനുള്ള ഭക്തിയോടെ ജീവിക്കുന്ന വിശുദ്ധന്മാരെ ചേർക്കുവാൻ എത്രയും വേഗം കർത്താവ് ആകാശമേഖല പ്രത്യക്ഷപ്പെടും. നമ്മുടെ കരങ്ങളെയും ദൈവത്തെ സ്തുതിക്കട്ടെ. ഇത് നിങ്ങൾ പൊരുളായ ഒന്ന്. സ്തോത്രം. ഇത് നിഴലെന്ന് പറയുന്ന വിവാഹ നിശ്ചയമാണ്. 5-ാം തീയതി ഒന്നുകൂടി എടുത്തു പറയും, ഈ വിവാഹം ഒരു നിഴല പൊരുളായെന്ന്. എന്നാൽ വിശുദ്ധമാക്കപ്പെട്ട സഭയോടുള്ള പ്രമാണങ്ങൾ പറഞ്ഞ അങ്ങനെ വാക്കുകൾ പെട്ടെന്ന് അവസാനം എഫെസ്യർ 5:27 പറയുമ്പോൾ, ഒടുവിൽ കർത്താവിലും അവന്റെ അമിതബലത്തിൽ ശക്തിപ്പെടുകയും നമുക്ക് പോരാട്ടമുള്ള ജനരക്തങ്ങളോടല്ല, നമ്മെ സ്വർഗത്തിലെത്തിക്കാതെ തടയുന്ന വാഴ്ചകൾ, അധികാരങ്ങൾ, അന്ധകാര ഭൗമണ്ഡലിൽ പോരാടുന്ന ദുഷ്ടാത്മസേനയോട് പ്രാർത്ഥനയിൽ പോരാടി ജയിക്കണം. നമ്മെ തകർക്കാൻ ശ്രമിക്കുന്ന ഒരു പോരാട്ടം ഈ ഭൂമിയിലുണ്ട്. ദൈവം സ്ഥാപിച്ച ഏറ്റവും മഹത്തരമായ 2 സ്ഥാപനം, ഒന്ന് കുടുംബമാണ്, മറ്റൊന്ന് സഭയാണ്. ഇതിന് രണ്ടും ദൈവം നേരിട്ടിറങ്ങി വന്നതാണ്. ഏതൊരു പൂങ്കാവിലത്ത് ഇറങ്ങി വന്ന് കുടുംബം സ്ഥാപിച്ച് ഇന്ന് നൂറ്റാണ്ടുകൾ കഴിഞ്ഞിട്ട് നിൽക്കുന്നു. ജീവൻ കൊടുത്ത് വിലയ്ക്ക് വാങ്ങി വിശുദ്ധന്മാരുടെ കൂട്ടമാ സഭ. സഭയിലുള്ളത് ഭാര്യ, ഭർത്താവ്, മക്കൾ, അമ്മയപ്പന്മാർ, ദാസന്മാർ, യജമാനന്മാർ. ഒടുവിൽ കർത്താവിനെ ശക്തിപ്പെടുകയെന്ന് പറയുന്ന അതിനു മുമ്പ് എഫെസ്യ ലേഖനത്തിൽ വിശുദ്ധന്മാർക്ക് വേണ്ട പ്രബോധനം പറയുമ്പോൾ പറയുക, ഭാര്യമാരെ പ്രമാണം കൃത്യമായിട്ട് പറയാം, ഭാര്യമാരെ നിങ്ങളുടെ ഭർത്താക്കന്മാർക്ക് സകലത്തിൽ കീഴടങ്ങിയിരിപ്പി. ഭർത്താക്കന്മാരെ നിങ്ങളുടെ ഭാര്യമാരെ സ്നേഹിപ്പി. എങ്ങനെ സ്നേഹിക്കണം? ക്രിസ്തുവും സഭയെ സ്നേഹിച്ചതുപോലെ ആരും ജഗത്ത് ഒരു നാളും ഭവിച്ചിട്ടില്ലല്ലോ. അടുത്ത പറയാം, മക്കളെ നിങ്ങളുടെ അമ്മയപ്പന്മാരെ കർത്താവിൽ അനുസരിപ്പി. മാതാപിതാക്കളെ നിങ്ങളുടെ മക്കളെ എന്ത് ചെയ്യരുത്? കോപിപ്പിക്കരുത്. കൃത്യമായ പ്രമാണമാണ്. ദാസന്മാരെ നിങ്ങളുടെ യജമാനന്മാർക്ക് സകലത്തിൽ ഇടമിരിപ്പി. അടുത്ത പറയാ, യജമാനന്മാരെ നിങ്ങൾക്ക് മുകളിലും ഒരു യജമാനൻ ഉള്ളത് കൊണ്ട് നിങ്ങളുടെ ദാസന്മാരോട് മാന്യമായി പെരുമാറും. ഒരു സഭയിൽ ആരൊക്കെ ഉണ്ടോ ആ സമൂഹത്തെ മുഴുവൻ വേണ്ട ക്രമം പറഞ്ഞിട്ട്, ഒരു കുടുംബ ജീവിതത്തിന് വേണ്ട സകല ക്രമവും പറഞ്ഞിട്ട് പറയുക. അത് മാത്രം പോരാ, നമ്മെ തകർക്കാൻ ശ്രമിക്കുന്ന കുടുംബത്തെ, സഭയെയും നമ്മുടെ വിശുദ്ധിയുടെയും നമ്മുടെ വേർപാടിന്റെയും നിലവാരത്തെ തകർത്ത് സ്വർഗത്തിലെത്തിക്കാമെന്ന് തടയുന്ന ദുഷ്ടാത്മസേനയോട് അതിനെ ജയിപ്പോ ഒടുവിൽ കർത്താവിനും അവന്റെ അമിതബലത്തിനും ശക്തിപ്പെടുവീൻ. ദൈവത്തെ സ്തുതിക്കാം. നാം പ്രാപിച്ച ആത്മശക്തിയോടെ അഭിഷേകത്തോടെ കർത്താവിന്റെ വരവിനെ ഒരുക്കപ്പെടുവാൻ, വിശുദ്ധിയോടെ നിലകൊള്ളുവാൻ നമ്മെ ഏവരെയും കർത്താവ് ഇടയാക്കട്ടെ. നമ്മുടെ കരങ്ങളെ ഉയർത്തി കർത്താവിനെ സ്തുതിക്കാം. ലോകത്തിൽ ഇനി സംഭവിക്കാൻ പോകുന്ന ഏറ്റവും വലിയ സംഭവം ഇതുവരെ കണ്ട വെള്ളപ്പൊക്കമോ സുനാമിയോ മറ്റു കോവിഡോ പ്രതിസന്ധികളൊന്നുമില്ല. യേശു കർത്താവ് തന്റെ വിശുദ്ധന്മാരെ ചെറുക്കാൻ ആകാശമേൽ വരും. മധ്യാകാശത്തിൽ ഒരു വിവാഹം നടക്കാൻ പോവുക. ഒരുക്കപ്പെടാത്ത ആരെങ്കിലും ഉണ്ടെങ്കിൽ ഈ പകലിൽ യേശുവിനെ രക്ഷിതാവും കർത്താവ് സകലത്തെയും ജയിച്ചു ഉയർത്തെഴുന്നേറ്റ് ഒരുവൻ ഞങ്ങൾ ഉയർത്തി കാണിക്കുന്ന യേശു ക്രിസ്തു ആത്മമണവാളനായ കർത്താവ് തന്റെ വിശുദ്ധന്മാരെ ചെറുക്കാൻ ആകാശമേൽ വരും. അതിനായി ഒരുക്കപ്പെടുക. നിങ്ങൾ ഏവരെയും ആഹ്വാനം ചെയ്തുകൊണ്ട് ഞാൻ എന്റെ കുടുംബത്തിലെയും എല്ലാ കർത്തദാസന്മാരെയും കുടുംബങ്ങളെയും വിശ്വാസ സമൂഹത്തിന്റെയും എല്ലാവിധമായ സന്തോഷവും അനുഗ്രഹങ്ങളും പ്രത്യേകാലങ്ങളുടെ കുടുംബ ജീവിതത്തിന് വേണ്ടി എല്ലാവിധ അനുഗ്രഹങ്ങളും ആശംസകളും നേർന്നുകൊണ്ട് ഞാൻ എന്റെ വാക്കിൽ വിരമിക്കുന്നു. ദൈവം നമ്മെ അനുഗ്രഹിക്കും. നമ്മുടെ കരങ്ങളെ ഉയർത്തി ഒരു നിമിഷം കൂടെ ദൈവത്തെ സ്തുതിക്കാം. ഒരു നാചാര്യ ഏറ്റവും അനുഗ്രഹിക്കപ്പെട്ട ഒരു വിവാഹ ശുശ്രൂഷയും തുടർന്നുള്ള കുടുംബജീവിതം എല്ലാ ഭൗതിക ആത്മീയ സന്താന സമ്പുഷ്ടമായ എല്ലാ നന്മകളും ഇവർക്ക് നൽകട്ടെ എന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിച്ചുകൊണ്ട് ഇവരെ അനുഗ്രഹിച്ചുകൊണ്ടും ഞാൻ എന്റെ വാക്കിൽ വിരമിക്കുന്നു. എനിക്ക് അവസരം ഒരു കർത്തദാസനോട് കുടുംബത്തിന് നന്ദി അറിയിച്ചുകൊണ്ട് ഞാൻ വാക്കിൽ വിരമിക്കുന്നു. ദൈവം നമ്മെ അനുഗ്രഹിക്കുമാർ. ഇതുമായി കർത്തദാസനെ ദൈവം ധാരാളമായി അനുഗ്രഹിക്കട്ടെ. ആമേൻ. തുടർന്ന് ആശംസയ്ക്കായി സമയം വേർതിരിക്കുകയാണ്. പ്രാരംഭത്തിൽ IPC അലിമുക്ക് കബ്രോൺ ചർച്ചയുടെ മുൻ ശുശ്രൂഷകനായിരുന്ന ബഹുമാന്യ കർത്തദാസൻ പാസ്റ്റർ PK മാത്യു, അതിനുശേഷം IPC പുനലൂർ ഡിസ്ട്രിക്റ്റിന്റെ സെക്രട്ടറിയായി സേവനമനുഷ്ഠിക്കുന്ന പാസ്റ്റർ ബോബൻ ക്ലീറ്റസ്, IPC അലിമുക്ക് സഭയെ പ്രതിനിധീകരിച്ച് സഭയുടെ സെക്രട്ടറി ആയിരിക്കുന്ന CK തോമസ് കുട്ടിച്ചാൽ, ഇവർ 3 പേര് മുൻപോട്ട് കടന്നു വന്ന് ഈ 2 മിനിറ്റിൽ ആശംസ വാക്കുകൾ അറിയിക്കും. ദൈവനാമത്തിന് മഹത്വം ഉണ്ടാകട്ടെ. ഈ അനുഗ്രഹീതമായ ശുശ്രൂഷയ്ക്ക് നേതൃത്വം നൽകുന്ന
ഇന്ത്യൻ പെന്തക്കോസ്റ്റൽ ഹെബ്രോൺ ചർച്ചിൻ്റെ പാസ്റ്റർ ഷാജി സോളമൻ, ABC പുനലൂർ ഡിസ്ട്രിക്ട് മിനിസ്റ്റർ പാസ്റ്റർ ജോസ് കെ എബ്രഹാം, ABC പുനലൂർ ഡിസ്ട്രിക്റ്റിൻ്റെ സെക്രട്ടറി ബോബൻ റീറ്റസ്, ബിനുവിൻ്റെ സഭയിലെ അനുഗ്രഹീതനായ കർത്തൃദാസൻ, എൻ്റെ കൂട്ട ശുശ്രൂഷകൻ പാസ്റ്റർ ജി തങ്കച്ചൻ, ഈ ലോക്കൽ സഭയിൽ മുൻ ശുശ്രൂഷകരായിരുന്ന അനുഗ്രഹീതരായ കർത്തൃദാസന്മാർ, 25 വർഷങ്ങൾക്ക് മുൻപ് അനുമുഖിൽ ഈ ലോക്കൽ സഭയിൽ 7 വർഷം കുടുംബമായി പാർത്ത് ദൈവ ശുശ്രൂഷ ചെയ്യുവാൻ അവസരം നൽകി. ഈ ദേശനിവാസികളുടെ സ്നേഹം ഞങ്ങൾ ഒത്തിരി അനുഭവിച്ചു. ചർച്ചിൻ്റെ തൊട്ടടുത്തുള്ള വീടുകളിൽ എൻ്റെ സഹോദരങ്ങൾ ജാതി മത വ്യത്യാസമെണ്ണി ഒന്നിച്ച് പാർത്തു. അവരൊക്കെ ഇന്ന് വേദിയിലുണ്ട്. അവരെ ഓർത്ത് ദൈവത്തെ സ്തുതിക്കുന്നു. ഇന്നും എന്നെ അറിയപ്പെടുന്ന അനുമുഖിൻ്റെ പാർശ്വങ്ങൾ വളരെ സന്തോഷം തോന്നി. പ്രിയ മെർലിൻ്റെ വിവാഹ നിശ്ചയത്തിൽ പങ്കെടുക്കാൻ ദൈവം നൽകിയ ആയുസ്സിനും ആരോഗ്യത്തിനും. ഇന്ത്യൻ പെന്തക്കോസ്റ്റൽ ദൈവസഭയുടെ അനുഗ്രഹിക്കപ്പെട്ട സഭയാണ് അനുമുഖ് ഹെബ്രോൺ സഭ. ഇന്നത്തെ മനോഹാരിതയുടെ തിളക്കമില്ലാത്ത ഒരു കൊച്ചു രാജ്യം, ഒരു ഗ്രാമം ഉണ്ടായിരുന്നു അനുമുഖിന്. ആര് വളർന്നു നിൽക്കുന്ന അനുമുഖിലെ പന്തലിച്ച കൊച്ചു ഗ്രാമം, സീന ടെക്സ്റ്റൈൽസിൻ്റെ ഓരത്ത് നിൽക്കുന്ന കൊച്ചു ഗ്രാമം, 99 എന്നൊരു ചെറിയ ടൈലേഴ്സ് എന്ന് തുടങ്ങി ഒത്തിരി ഒത്തിരി ഇടുക്കമുള്ള ഒരു കൊച്ചു ഗ്രാമം. അന്നത്തെ പിതാക്കന്മാർ, കാരണവന്മാർ സന്തോഷ സുദിനമായി കൈകോർത്ത് നിന്ന ഒരു കാലയളവ്. അനുമുഖ് സഭയുടെ ചരിത്രം തങ്കലിപികളിൽ രേഖപ്പെടുത്തിയ ബെൽമോനെ, മോനെത്താൻ പോകുന്ന കുടുംബം, മോനെ കിട്ടിയിരിക്കുന്ന മെർലിൻ, അവരുടെ പിതാക്കന്മാർ പടുത്തുയർത്തിയ ആത്മീക ശൃംഖലയുടെ ശ്രേഷ്ഠതയുടെ പവിത്രത വലുതാണ്. കൊച്ചു പാഴ്സനേജിൽ ഇവരുടെ അപ്പനും അമ്മമാരുമൊക്കെ സഭായോഗത്തിന് വരുമ്പോൾ ഒരു കയ്യിൽ കുത്തിയ നല്ല അരി, മറുകൈയിൽ പച്ചക്കറിയും ഒക്കെ ആയി പാഴ്സനേജിലേക്ക് വരും. അന്ന് പാർക്കുന്ന ദൈവദാസന്മാർക്ക് അത്താണിയായി. തലയിൽ ചുവടുമായി വരുന്ന കുഞ്ഞുങ്ങളെ സ്നേഹത്തോടെ സ്വീകരിച്ച ഒരു കാലമുണ്ടായിരുന്നു. മകൻ്റെ പപ്പയും മമ്മിയെയും വിവാഹം കഴിപ്പിച്ചത് ഞാനാണ്. മാമച്ചൻ ശിവയെ കാണാൻ പോകുമ്പോൾ ഞങ്ങളുടെ കൂടെ അവർ ചോദിക്കുന്നത് ആ ആത്മീക പൈതൃകത്തിൻ്റെ മൂല്യത അവരുടെ പേരുണ്ട്. അന്ന് സെക്രട്ടറി ആയി നോമിനേറ്റ് ചെയ്തു. ഇന്നും അത് തുടരുന്നു, സഹകരിക്കുന്നു എന്നത് അറിയുന്നതിന് സന്തോഷം. ഞാൻ പറഞ്ഞത്, ഈ പിതാക്കന്മാരൊക്കെ കാലത്തിൻ്റെ യവനിക്കപ്പുറം നിത്യതയിൽ വിശ്രമിക്കുമ്പോഴും അവരുടെ തലമുറയെ മറന്നു കളയാതെ ആദരവോടെ കാത്ത ഉന്നതനായ ഒരു ദൈവം. അവനാർക്കും കടക്കാരനല്ല. ഒത്തിരി ഒത്തിരി സന്തോഷങ്ങളും ഓർമ്മകളുമുണ്ട്. ദൈവകൃപയുടെ പവിത്രതയിൽ, ആത്മീയതയുടെ ഉത്തംഗ ശൃംഖലകളിൽ അനുഗ്രഹിതമായ നന്മകൾ നൽകി ആദരിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. മക്കളെ, അനേകായിരം ഗ്രഹബിംബങ്ങൾക്കിടയിൽ നീലിമയുടെ കുപ്പായമണിഞ്ഞു നിൽക്കുന്ന ഏകഗ്രഹമാണ് ഈ ഭൂമി. ഈ ഭൂമിയിൽ മനുഷ്യനേകനായിരിക്കുന്ന അന്നല്ല എന്ന് കണ്ട ആദിപരൻ തൻ്റെ അദൃശ്യമായ കരങ്ങൾ കൊണ്ട് പടുത്തുയർത്തിയതാണ് കുടുംബം. സർവസനാതന ദൈവത്തിൻ്റെ കരതല ചാരുതയിൽ
സ്വപ്ന തുല്യമായി അലങ്കരിക്കപ്പെട്ട കുടുംബജീവിതം പവിത്രമാണ്. മക്കളെ, 4 നാള് കഴിയുമ്പോൾ നാട്ടുകാരറിഞ്ഞ്, സഭയറിഞ്ഞ്, ദേശമറിഞ്ഞ് വേഗത്തിൽ നിങ്ങളുടെ വിവാഹം തിങ്കൾക്കരിക്കത്ത് വെച്ച് നടക്കും, അഞ്ചൽ ഓഡിറ്റോറിയത്തിൽ വെച്ച് നടക്കും. അനുഗ്രഹിക്കപ്പെട്ട ആത്മീക ശുശ്രൂഷയിൽ അനേകർ സാക്ഷികളായി നിൽക്കും. പക്ഷെ ഒരു കാര്യം ഓർക്കണം, കുടുംബജീവിതം പണിയുന്നത് സ്വർഗത്തിലെ ദൈവമാണ്. ഈ ഉലകത്തിൽ ഉയർച്ചകളും താഴ്ചകളും ക്ഷീണങ്ങളും ഭാരങ്ങളും ഒക്കെ ഉണ്ടാകുമ്പോഴും കൈത്താങ്ങൽ തല്ലാൻ കഴിയുന്ന ഒരു സർവശക്തനായ ദൈവം കൂടെ ഉണ്ടെന്ന് ഉറച്ച് പവിത്രമായി മുന്നേറുക. മോനെ, നിനക്ക് ലഭിക്കപ്പെട്ട ഈ പൈതൽ ഒരു അനുഗ്രഹിക്കപ്പെട്ട ദൈവകുഞ്ഞാണ്. പ്രാർത്ഥിക്കുന്ന കുഞ്ഞു പ്രായത്തിൽ, കൊച്ചു പ്രായത്തിൽ അമ്മ പ്രാർത്ഥിക്കുന്നതനുസരിച്ച് തലയിൽ ഷോളിട്ട് കട്ടിലിൻ്റെ ഒരറ്റത്ത് കുത്തിയിരുന്ന് കരഞ്ഞ ഒരു കുഞ്ഞാണത്. അന്ന് മുതലേ അവളുടെ മേലുള്ള ഒരു ദൈവകൃപയുണ്ട്. നോക്ക്, ആ പിതാവും മാതാവും ആത്മിക പൈതൃകത്തിന്റെ മൂല്യതയുള്ളവരാണ്. അവരുടെ പിതാക്കന്മാരും മാതാക്കളും ഒക്കെ ഇവിടെയുണ്ട്. അവരൊക്കെ ദൈവത്തിന്റെ കൃപ പ്രാപിച്ചവരാണ്. ഏറ്റവും അനുഗ്രഹിക്കപ്പെട്ട കുടുംബജീവിതം നയിച്ച് അനുഗ്രഹിക്കപ്പെട്ട് ദൈവസഭയ്ക്കും ദൈവദാസന്മാർക്കും അനുഗ്രഹമായി തീരുവാൻ സർവശക്തനായ ദൈവം എല്ലാവിധമായ അനുഗ്രഹങ്ങളും നിങ്ങൾക്ക് നേരട്ടെ എന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിച്ചുകൊണ്ട് ഞങ്ങളുടെ കുടുംബത്തിന്റെ എല്ലാ മംഗളാശംസകളും നേരുന്നു. വിവാഹ ദിവസം ഞാൻ ശുശ്രൂഷിക്കുന്ന സഭയിൽ മറ്റൊരു പ്രോഗ്രാം ഉള്ളത് കൊണ്ട് എനിക്ക് ആ ദിവസം കടന്നു വരാൻ കഴിയുന്നില്ല. ഞങ്ങളുടെ പ്രാർത്ഥനയിൽ നിങ്ങളെ ഓർക്കുന്നു. എല്ലാ അനുഗ്രഹങ്ങളും ദൈവം നൽകട്ടെ. മേ ഗോഡ് ബ്ലെസ് യു. ഈ അടുത്ത കാലത്ത് ഏറെക്കുറെ ഒന്നിലധികം തവണ നമ്മളെ പലരും കണ്ടിട്ടുള്ള ഒരു വീഡിയോ ദൃശ്യം ഞാനിവിടെ ഓർത്തു പോവുകയായിരുന്നു. നമ്മളെക്കാൾ ബുദ്ധി വളർച്ചയിൽ പുരോഗതി പ്രാപിച്ചിട്ടില്ല എന്ന് നമ്മൾ പറയുന്ന ഒരു പറ്റം കുഞ്ഞുങ്ങളുടെ ഓട്ട മത്സരമായിരുന്നത്. ആ ഓട്ടം സ്റ്റാർട്ട് ചെയ്തതിന് ശേഷം അതിലെ ഒരു കുഞ്ഞ് വല്ലാതെ നിലത്തേക്ക് നിബന്ധിച്ചു. മുന്നോട്ടോടിയ കുഞ്ഞുങ്ങളെല്ലാം അവിടെ നിന്നിട്ട് പുറകോട്ട് നടന്നു വന്ന് നിലത്തു വീണ കുഞ്ഞിനെ കരം പിടിച്ചെഴുന്നേൽപ്പിച്ച് ഒന്നിച്ച് കൈകോർത്ത് ഫിനിഷിംഗ് പോയിന്റിൽ എത്തുന്ന ആ വീഡിയോ കൊണ്ട് നിശ്ചലമാകാത്ത എത്ര ഹൃദയങ്ങൾ കാണും. ജീവിതത്തിന്റെ മൂല്യം എനിക്ക് തോന്നുന്നു ഒന്നിച്ച് ജയിക്കുന്നതാണ്. തോൽപ്പിച്ച് ജയിക്കുന്നിടത്ത് കുടുംബം തകർത്തപ്പെടും. ഞാനത് കണ്ടപ്പോൾ ചിന്തിച്ചത്, സത്യത്തിൽ ബുദ്ധിയില്ലാത്തത് അവർക്കാണോ നമുക്കാണോ? വിദ്യാഭ്യാസം കൂടി, വിവരം കൂടി, വിവര സാങ്കേതികവിദ്യ കൂടി, താമസ സൗകര്യം കൂടി, എല്ലാ വിധത്തിലും ഉയർന്നിട്ടും കുടുംബം എന്ന ഏറ്റവും പവിത്രമായതിനെ നിലത്ത് ഉടച്ചു കളയുന്ന കാലഘട്ടത്തിൽ എനിക്ക് തോന്നുന്നു അവർക്കുള്ള അത്ര ബുദ്ധി കുടുംബജീവിതത്തിൽ നമ്മൾ ഉപയോഗിക്കുന്നില്ല. ഞാനിവിടെ പാട്ട് കേട്ടുകൊണ്ടിരുന്നപ്പോൾ കീബോർഡ് വായിക്കുന്ന എൻ്റെ സഹോദരനെ ശ്രദ്ധിച്ചു. അതിനോടൊപ്പം ഞാൻ ആ കീബോർഡിനെ ശ്രദ്ധിച്ചു. ഒരുപക്ഷെ 49, 61, 79 ക്രമത്തിൽ കീകളുള്ള കീബോർഡ് വേദിയിൽ വായിക്കാറുണ്ട്. ഇതിന് വെളുത്തതും കറുത്തതുമായ കീകളുണ്ട്. ഏതെങ്കിലും ഒന്നോട് പക്ഷാബന്ധം വന്നിട്ട് ഞാൻ ഇന്ന് കറുത്ത കീ വായിക്കുന്നില്ല എന്ന് ചിന്തിച്ചാൽ വെളുത്ത കീയിൽ അല്പം പുറത്തോട്ട് മാറി മുന്നോട്ട് ഉയർന്നു നിൽക്കുന്ന കീകളെ നിഷേധിച്ചാൽ ഇവിടെ കേട്ട മാധുര്യമായ സംഗീതം വരുത്തില്ല എന്നതുപോലെ തന്നെയാണ് ജീവിതത്തിൽ. ആരെ നിഷേധിച്ച് ആരെ ഒഴിവാക്കി ഒരിക്കലും സുന്ദരമായ ജീവിതം നയിക്കാൻ കഴിയില്ല എന്നതുകൊണ്ട് കർത്താവ് നിങ്ങളെ ഒന്നിപ്പിച്ച് ചേർക്കുമ്പോൾ ഒന്നിച്ചു ജയിക്കാൻ, ഒരുമിച്ച് കൈകോർക്കാൻ, മുന്നേറാൻ ദൈവം നിങ്ങളെ സഹായിക്കട്ടെ. ഇന്ത്യൻ പെന്തിക്കോസ്ത് ദൈവസഭ പുനരൂർ സെന്ററിലെ 32ഓളം കർത്താവദാസന്മാരെയും 28ഓളം വിശ്വാസ സമൂഹ സഭാവൃന്ദങ്ങളെയും മംഗളങ്ങൾ, പ്രാർത്ഥനകൾ നേരുന്നു. ദൈവം അനുഗ്രഹിക്കട്ടെ. നല്ല നിമിഷത്തിൽ, സന്തോഷകര നിമിഷത്തിൽ കടന്നു വരുവാൻ എനിക്ക് ദൈവം സഹായിച്ചതിനാൽ ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. നല്ല ആത്മീയ പൈതൃകത്തിൽ വളർന്ന മെർലിനുള്ള വിഭാഗം ഇന്നിവിടെ നിശ്ചയിക്കപ്പെട്ടല്ലോ. വളരെ സന്തോഷമുണ്ടായി. നിങ്ങൾക്ക് വന്ന് കമ്പി ചെയ്യുവാൻ ഇടയാക്കിയാണ് സ്തോത്രം ചെയ്യും. എനിക്കൊരു കാര്യം പറയാൻ കഴിയും. മെർലിനോട് ഏത് ഭവനത്തിൽ ചെന്നാലും അവിടെ സമ്പത്താണ്. നമ്മുടെ സഭയിൽ വലിയ ആത്മീയ വിഷയങ്ങളിൽ ഒക്കെ മുന്നോട്ട് നിൽക്കുന്ന ഒരു കുട്ടിയാണ് അവർ. DOP ആണെങ്കിലും സൺഡേ സ്കൂൾ വിഷയങ്ങളൊക്കെ ആ ഫാമിലി കൂടും ആശയവും എല്ലാവരും ആ ഫാമിലി വിശേഷിച്ച് ആവശ്യമുള്ളത് ഒരുപാട് നാടുകൾ സൺഡേ സ്കൂളിന് വേണ്ടി നേതൃത്വം കൊടുക്കുകയും ഹെഡ്മാസ്റ്റർ പ്രവർത്തിക്കുകയൊക്കെ ചെയ്യുന്ന ആളാണ്. അതുകൂടാതെ അവരുടെ താൻ സെക്രട്ടറി ആയിട്ട് ഒരുപാട് വർഷം 10 വർഷത്തോളം സേവനം അനുഷ്ഠിച്ചു. അങ്ങനെയുള്ള ആത്മീയ പൈതൃകത്തിൽ വളർന്ന പെൺകുട്ടിയാണ് മെർലിൻ. നമ്മളെവിടെ ചെന്നാൽ
ആ ഒരു തന്നെ ജീവിതത്തിൽ അത് റിഫ്ലക്റ്റ് ചെയ്യുമെന്ന് ഞങ്ങൾക്ക് അറിയാം. അത് അവിടെ കുടുംബാന്റെ ജീവൻ അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുകയും ഞാൻ എൻ്റെയും എൻ്റെ കുടുംബത്തിൻ്റെയും കൂടാതെ IPC അബ്രോഡ് സഭയുടെ പേരിൽ എല്ലാ ആശംസകളും അനുഗ്രഹങ്ങളും ആശംസിച്ചുകൊണ്ട് എൻ്റെ വാക്കുകൾ വിരമിക്കുന്നു. താങ്ക് യു. കർത്താവിൻ്റെ തിരുനാമം മഹത്വപ്പെടുമാറാകട്ടെ. ഈ അനുഗ്രഹിക്കപ്പെട്ട നല്ല നിമിഷത്തിനായിട്ട് കർത്താവിന് സ്തോത്രം ചെയ്യുന്നു. ഇന്ന് ഇവിടെ വെച്ച് പ്രിയ ബിനുവിൻ്റെയും മെർലിൻ്റെയും വിവാഹ നിശ്ചയം അനുഗ്രഹമായിട്ട് നടക്കുവാൻ തക്കവണ്ണം സർവശക്തനായ ദൈവം സഹായിച്ചതോർത്ത് കർത്താവിനെ സകല മഹത്വവും അർപ്പിക്കുകയാണ്. ദൈവം ചെയ്ത എല്ലാ ഉപകാരങ്ങളെയും ഓർത്ത് ദൈവത്തിന് സ്തോത്രം. ഇത്രത്തോളം ശുശ്രൂഷകളെ ദൈവം മാനിച്ചല്ലോ. ഈ ദിവസങ്ങളിൽ കാലാവസ്ഥ അല്പം പ്രതികൂലമാണെന്ന് നമുക്ക് തോന്നിയാലും പെട്ടെന്നുണ്ടായ ഈ കാലാവസ്ഥ മാറ്റം പല തടസ്സങ്ങളൊക്കെ നമുക്ക് തോന്നിയാലും ഒന്നിനും ഒരു തടസ്സങ്ങളും ഇതുവരെ നേരിടാതെ ദൈവം ഇത്രത്തോളം അനുഗ്രഹമാക്കിയതോർത്ത് ദൈവത്തിന് സകല മഹത്വവും പുകഴ്ചയും അർപ്പിക്കുകയാണ്. എന്നിൽ നിഷിദ്ധമായിരിക്കുന്നത് നന്ദി പ്രകാശിപ്പിക്കുക എന്നതാണ്. ഈ സ്റ്റേജിൽ ഈ കർത്തവ്യം നിർവഹിക്കാനായിട്ട് ഈ കുടുംബത്തിൽ നിന്ന് എന്നേക്കാൾ അർഹരായ എൻ്റെ ജ്യേഷ്ഠ സഹോദരങ്ങൾ ഇവിടെ ഉണ്ട്. പ്രിയ പ്രായമുള്ള ഞങ്ങളുടെ ഇപ്പോൾ ഏറ്റവും പ്രായമുള്ള കാരണവർ എന്ന് പറയാവുന്ന പാപ്പച്ചൻ ഇവിടെയുണ്ട്. ശാരീരികമായിട്ടുള്ള ബലഹീനതയിലാണ് ഇവിടെ ഇരിക്കുന്നത്. കൂടാതെ മറ്റ് സഹോദരങ്ങൾ പലരുമുണ്ട്. എന്നാൽ എനിക്കാണ് ആ നറുക്ക് വേണ്ടത്. സ്തോത്രം. ഞാനതിന് ദൈവത്തെ സ്തുതിക്കുന്നു. ഇന്ന് മണ്ണിന് വേണ്ടിയും പ്രത്യേകിച്ച് ഈ ശുശ്രൂഷയ്ക്ക് വേണ്ടി നന്ദി പ്രകാശിക്കുമ്പോൾ ഞങ്ങളുടെ കുടുംബം എന്ന് പറയുന്നത് എൻ്റെ മാതാവിൻ്റെ കുടുംബമാണ്. നേരണത്തെ കുടുംബം എൻ്റെ മാതാവിൻ്റെ കുടുംബമാണ്. നേരണം എന്ന് അരിമുക്കിൽ പറയുന്നെങ്കിലും അവർ നേരണത്ത് നിന്ന് ഏകദേശം 100 വർഷങ്ങൾക്ക് മുൻപേ പിതാക്കന്മാർ മെർലിൻ്റെ വല്യപ്പച്ചൻ്റെ പിതാവ് അവർ നേരണം ഭാഗത്ത് നിന്ന് വന്ന പെന്തക്കോസ് വിശ്വാസ സത്യങ്ങൾക്ക് വേണ്ടി വേർപാടിന് വേണ്ടി അവർ നിൽക്കുകയും ഈ കാട്ടുപത്തനാപുരം അരിമുക്ക് ഈ പ്രദേശങ്ങളിൽ വന്ന് പാർക്കുകയും കർത്താവിൻ്റെ നാമമഹത്വത്തിന് വേണ്ടി നിന്ന കുടുംബങ്ങളാണ് മെർലിൻ്റെ വല്യപ്പച്ചൻ്റെ പിതാവ്. മാമച്ചൻ്റെ പിതാവിനോട് ചേർന്നുള്ള സഹോദരങ്ങൾ 6 സഹോദരന്മാരാണ്. അവരിൽ ഏക സഹോദരിയുടെ മകനാണ് ഞാൻ. 7 പേരാണ്. ഇവിടെ പാസ്റ്റർ PK മാത്യു അവർ പറഞ്ഞതുപോലെ കർത്താവിൻ്റെ നാമമഹത്വത്തിന് വേണ്ടി നിന്ന പിതാക്കന്മാരുടെ തലമുറകൾ അവരിൽ പ്രിയപ്പെട്ടവരൊക്കെ ഇന്ന് കർത്താവിന് വേണ്ടി അധ്വാനിക്കുകയും നിൽക്കുകയും ചെയ്യുന്ന പ്രിയപ്പെട്ടവരാണ്. അതിൽ 6 സഹോദരന്മാരും 7 സഹോദരി ഉള്ളതിൽ 5ാമത്തെ സഹോദരനായ മാമച്ചൻ്റെ പിതാവിൻ്റെ 2ാമത്തെ മകനാണ് മാമച്ചൻ. അവർ 3 പേരാണ്. സണ്ണി, മാമച്ചന്, കുഞ്ഞുമോൻ. ഞാനവരുടെ വീട്ടിലെ പേരാണ്, ഒഫീഷ്യൽ നെയിം ഉണ്ട്. പ്രിയ മാമച്ചൻ ഷിബ, അല്ലെങ്കിൽ ഞങ്ങൾ മിനിയെന്ന് വിളിക്കും. അവർക്ക് ദൈവം 2 മക്കളെ നൽകി, മെർലിനും മെൽവിനും. പ്രത്യേകിച്ച് കുഞ്ഞുങ്ങളുടെ ഭാവിക്ക് വേണ്ടി, അവരുടെ ഭാവി കാര്യങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നു. പ്രാർത്ഥനയുടെ ഒരു പൂർത്തീകരണം ഇന്ന് നടന്നതോർത്ത് ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. മെർലിൻ്റെ പ്രാർത്ഥന, മെർലിൻ്റെ മാതാപിതാക്കളുടെ പ്രാർത്ഥന, മെർലിൻ്റെ മാതൃചർച്ചായ ഹെബ്രോൻ ചർച്ചിൻ്റെ പ്രാർത്ഥന, ബന്ധുമിത്രാദികളുടെ പ്രാർത്ഥന എല്ലാം ദൈവം കേട്ട് ദൈവം മറുപടി തന്നതോർത്ത് സ്തോത്രം ചെയ്യുന്നു. തക്കതായൊരു തുണയെ ദൈവം ഒരുക്കി. ഇന്ന് കർത്തദാസന്മാരും മാതാപിതാക്കളും വേണ്ടപ്പെട്ടവരും ചേർന്ന് ഇന്ന് ആലോചിച്ച് ഇന്നിവിടെ ഉറപ്പിക്കാൻ ഇടയായി തീർന്നല്ലോ. കർത്താവ് ധാരാളമായിട്ട് ദൈവം സഹായിക്കട്ടെ. സ്തോത്രം. മെർലിനെയും ബിനുവിനെയും ഓർത്ത് സ്തോത്രം. ദൈവഹിതമായ 5-ാം തീയതി അവർ കുടുംബജീവിതത്തിലേക്ക് പ്രവേശിക്കുന്നല്ലോ. എല്ലാ അനുഗ്രഹങ്ങളും ദൈവം അവരുടെ മേൽ നൽകുമാറാകട്ടെ.
ഇന്ന് ആ ശുശ്രൂഷ ലീഡ് ചെയ്ത അലിമുക്ക് ഹെബ്രോൻ സഭയുടെ അധ്യക്ഷനായിരിക്കുന്ന പാസ്റ്റർ കർത്താവിൻ്റെ ദാസൻ പാസ്റ്റർ ഷാജി സോളമൻ അവരുകളെ ഓർത്ത് സ്തോത്രം ചെയ്യുന്നു. ഇതിനു വേണ്ടുന്ന എല്ലാ ക്രമീകരണങ്ങളും കർത്താവിൻ്റെ ദാസൻ ചെയ്യുകയും പ്രാർത്ഥിക്കുകയും ഇതിൻ്റെ പിന്നിൽ നിന്ന് ഈ കുടുംബത്തിന് വേണ്ടുന്ന എല്ലാ കാര്യങ്ങളും ചെയ്യുകയും ചെയ്യുന്ന കർത്താവിൻ്റെ ദാസനോട് പ്രത്യേകമായുള്ള നന്ദി ഈ തരുണത്തിൽ അറിയിക്കുകയാണ്. ഇന്ന് ദൈവജനം ശുശ്രൂഷിച്ച ഈ സെൻട്രലിൻ്റെ മിനിസ്റ്ററായിരിക്കുന്ന ജോസ് കെ എബ്രഹാം കർത്താവിൻ്റെ ദാസനെ ഓർത്ത് സ്തോത്രം പ്രത്യേകമായുള്ള നന്ദി അറിയിക്കുകയാണ്. അരിമുക്ക് ഹെബ്രോൻ സഭയുടെ മുൻ ശുശ്രൂഷകന്മാരായിരുന്ന കർത്തദാസന്മാർ അവരിൽ ആമേൻ പ്രാർത്ഥിക്കുകയും ആശംസകൾ അറിയിക്കുകയും ചെയ്തല്ലോ. പാസ്റ്റർ പി കെ മാത്യു അവர்கள் 25 വർഷത്തിന് മുൻപ് ഇവിടെ ശുശ്രൂഷിച്ച അനുഭവങ്ങളെക്കുറിച്ച്, സ്നേഹവലയം സൃഷ്ടിച്ച സ്വാധീനത്തെക്കുറിച്ചൊക്കെ അദ്ദേഹത്തിൻ്റെ വാക്കുകൾ കേട്ടല്ലോ. ആമേൻ. പാസ്റ്റർ പി കെ മാത്യു, പാസ്റ്റർ ജി തങ്കച്ചൻ, പാസ്റ്റർ ബിജു ജി ഫിലിപ്പ്, ഇവരെ ഓർത്തും കർത്താവിന് സ്തോത്രം ചെയ്യുന്നു. പ്രത്യേകരോടുള്ള പ്രത്യേക നന്ദി ഈ കുടുംബത്തിൻ്റെ പേരിൽ അറിയിക്കുന്നു. സെൻട്രലിൻ്റെ സെക്രട്ടറി ആയിരിക്കുന്ന ബോബൻ ക്ലീറ്റസിനെ ഓർത്തും സ്തോത്രം ചെയ്യുകയാണ്. വരൻ്റെ ഭാഗത്ത് നിന്ന് വന്ന മാർത്താണ്ഡം തിങ്കൽക്കരിക്കും ഇന്ത്യ പൂർണ്ണ സുവിശേഷ ദൈവസഭയുടെ ശുശ്രൂഷകനായിരിക്കുന്ന പാസ്റ്റർ രാജൻ ജോൺ അവറുകൾ എൻ്റെ സ്നേഹിതനാണ്. ഞങ്ങൾ ഒരു സെൻറ്ററിലെ ശുശ്രൂഷകനായിരുന്നു പാസ്റ്റർ രാജൻ ജോൺ അവറുകൾ. ഇപ്പോൾ ആമേൻ ബിനുവിൻ്റെ പാസ്റ്റർ ആണല്ലോ. ദൈവദാസിനെ ഓർത്ത് സ്തോത്രം ചെയ്യുകയും പ്രത്യേകം വന്ദനം അറിയിക്കുകയും ചെയ്യുന്നു. മാർത്താണ്ഡം തിങ്കൽക്കരിക്കും ചർച്ചിൻ്റെ മുൻ ശുശ്രൂഷകനായിരുന്ന പാസ്റ്റർ ടി പി മാത്യു അവരുകളെ ഓർത്തും കർത്താവിനെ സ്തോത്രം ചെയ്യുന്നു. വേദിയിൽ മറ്റ് ദേവദാസന്മാരുണ്ട്. സദസ്സിലും ദേവദാസന്മാർ അനുഗ്രഹിക്കപ്പെട്ട സീനിയർ ദേവദാസന്മാരുണ്ട്. അതുപോലെ ബെർലിൻ്റെ മാതാവ് ഷീബയുടെ ആ കുടുംബത്തെ ഓർത്തും മാതാപിതാക്കളെ അവർ വല്യപ്പച്ചനും വല്യമ്മച്ചയും അവരുണ്ട്. മാമച്ചൻ്റെ പിതാവും മാതാവും ഇന്ന് ലോകത്തിൻ്റെ നിത്യതയിൽ ചേർക്കപ്പെട്ടു. എങ്കിലും ആമേൻ ഷീബയുടെ മാതാപിതാക്കളും ഇന്ന് അനുഗ്രഹിക്കപ്പെട്ട ശുശ്രൂഷയിൽ അവർ സംബന്ധിച്ച് സന്തോഷിപ്പാൻ ദൈവത്തെ മഹത്വപ്പെടുത്താൻ കൃപ ചെയ്തു. ഷീബയുടെ മൂത്ത സഹോദരൻ അനുഗ്രഹിക്കപ്പെട്ടൊരു കർത്തദാസനാണ് പാസ്റ്റർ ജോൺസൺ അവറുകൾ. ബോംബെയിൽ അസംസോഡ് സഭയുടെ അനുഗ്രഹിക്കപ്പെട്ട ശുശ്രൂഷ ദീർഘവർഷങ്ങളായിട്ട് അവരെ ചെയ്തുകൊണ്ടിരിക്കുന്നു. ആ കുടുംബത്തോടനുബന്ധിച്ച് സഹോദരങ്ങൾ, അവരുടെ കുടുംബങ്ങളുണ്ട്. അവരെ എല്ലാം ഓർത്ത് സ്തോത്രം. സദസ്സിലിരിക്കുന്ന അനേക ദേവദാസന്മാരുണ്ട്. പാസ്റ്റർ എം ബി രാജ് പാസ്റ്റർ, സാംസി ഡാനി പാസ്റ്റർ, ജോയി പാസ്റ്റർ, ഇവിടെ വന്നിരിക്കുന്നവരുടെ എല്ലാ ഭാവ ശബ്ദ ചലനങ്ങളെല്ലാം ഒപ്പിയെടുത്ത ഫോട്ടോ വീഡിയോഗ്രാഫി ഇവരുള്ള പ്രത്യേക നന്ദി ഈ തരത്തിൽ അറിയിക്കുകയാണ്. ഈ ശുശ്രൂഷ ഇവിടെ നടക്കുവാൻ തക്കവണ്ണം ഈ ഓഡിറ്റോറിയം നൽകി തന്ന ഈ അപ്സര ആമേൻ ഓഡിറ്റോറിയം ഇതിൻ്റെ ചുമതലപ്പെട്ടവരോടുള്ള പ്രത്യേക നന്ദി അറിയിക്കുകയാണ്. ഇതിനുശേഷം നമുക്ക് രുചികരമായ ആഹാരം ഇവിടെ നൽകുവാൻ പോകുന്ന കരവാളൂർ ഡോറിയ കാൻറ്റീൻ സർവീസിനുള്ള പ്രത്യേക നന്ദി അറിയിക്കുകയാണ്. അതുമാത്രമല്ല, ഇരു കുടുംബങ്ങളോടും ഉള്ള ബന്ധത്തിൽ പ്രിയ മാമച്ചൻ്റെ കുടുംബത്തോടും അതുപോലെ മാർത്താണ്ഡത്തുള്ള പ്രിയ ബിനുവിൻ്റെ പിതാവ് ഫിലിപ്പിച്ചൻ ഇവിടെ വന്നപ്പോൾ ഇവിടെ ഇരുന്നപ്പോഴാണ് എനിക്ക് മനസ്സിലായത് ഞങ്ങൾ നമ്മൾ മുൻ പരിചയം ആമേൻ കാണുവാനും സംസാരിക്കുവാനും ഒക്കെ ആമേൻ ലഭിച്ച അവസരങ്ങളുണ്ട്. ഇരു കുടുംബത്തിനെ ക്ഷണം സ്വീകരിച്ചു വന്ന കർത്തദാസന്മാർ, അതുപോലെ ബന്ധുമിത്രാദികൾ എല്ലാവരോടുള്ള പ്രത്യേക നന്ദി പ്രത്യേകിച്ച് അറിയിക്കുകയും ചെയ്യുന്നു. ധാരാളമായിട്ട് ദൈവരെ സഹായിക്കട്ടെ. വേറെ ഏതെങ്കിലും കാര്യങ്ങൾ വിട്ടുപോയിട്ടുണ്ടെങ്കിൽ ആമേൻ ക്ഷമയോദിക്കുന്നു. കർത്താവിൻ്റെ ഒരു അനുഗ്രഹിക്കട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് എൻ്റെ വാക്കുകൾ വിരമിക്കുന്നു. കർത്താവ് നമ്മെ ധാരാളം അനുഗ്രഹിക്കുമാറാകട്ടെ. കർത്താവ് താമസിക്കുന്നെങ്കിൽ നമ്മുടെ പ്രിയ കുഞ്ഞുങ്ങളുടെ വിശുദ്ധ വിവാഹം 5-ാം തീയതി വ്യാഴാഴ്ച നടക്കുകയാണല്ലോ. വളരെ അനുഗ്രഹിക്കപ്പെട്ട നിലയിൽ വിവാഹ ശുശ്രൂഷകൾ നടക്കുവാൻ അനുഗ്രഹിക്കപ്പെട്ടതായ ഒരു ദാമ്പത്യ ജീവിതം നമ്മുടെ കുഞ്ഞുങ്ങൾക്ക് കർത്താവ് നൽകേണ്ടതിനായി നമുക്ക് ഒരുമിച്ച് ദൈവസന്നിധിയിൽ സ്തോത്രം ചെയ്ത് പ്രാർത്ഥിക്കാം. നമ്മെല്ലാവരും ദൈവസന്നിധി സ്തോത്രത്തോടെ പ്രാർത്ഥനയായിരിക്കുമ്പോൾ ബഹുമാന്യ കർത്തദാസൻ പാസ്റ്റർ എം പി രാജു അവர்கள் രാജു പാസ്റ്റർ മുമ്പോട്ട് കടന്നു വന്ന് പ്രാർത്ഥിക്കുമല്ലോ. സ്വർഗസ്ഥ പിതാവേ, കർത്താവെ, നന്ദിയോട് ഞങ്ങൾ തിരുമേനിയെ വാഴ്ത്തുന്നു. അപമാനത്തിന് യോഗ്യനും മഹത്വത്തിന് യോഗ്യനും പുകഴ്ചയ്ക്കും സ്തോത്രത്തിനും മാറിപ്പോകാത്ത മഹിമയ്ക്കും യോഗ്യനാണ്. ഇന്ന് പകർക്കാലം ഞങ്ങളുടെ വിവാഹ സംബന്ധമായ കാര്യങ്ങളിൽ തീരുമാനത്തിലെത്തിച്ചേരുവാൻ സ്വർഗത്തിലെ ദൈവം കൃപ ചെയ്തല്ലോ. എൻ്റെ ദാസന്മാരെ കരങ്ങൾ ഉപയോഗിച്ചതിനായിട്ട് സ്തോത്രം. കടന്നു വന്ന എല്ലാ പ്രിയപ്പെട്ടവർക്കായി ഞങ്ങൾ ദൈവത്തെ സ്തുതിക്കുന്നു. എല്ലാവരെയും ദൈവം അനുഗ്രഹിക്കണമേ. വലിയവനായ കർത്താവേ, നിന്റെ വരവിൽ ഒരു ദേഹം പോലും നഷ്ടപ്പെട്ടു പോകാതെ കടന്നു വന്ന് ഈ വിവാഹത്തിൽ സംബന്ധിച്ച എല്ലാവരും നിത്യതയ്ക്ക് പ്രിയം വെച്ചവരായി നിലകൊള്ളുവാൻ ഇന്ന് പകൽക്കാലം ധന്യനായി ദൈവം എല്ലാ ഹൃദയങ്ങളോട് സംസാരിക്കുകയും ഇടപെടുകയും ചെയ്യണമെന്ന് തിരുമേനിയോട് പ്രാർത്ഥിക്കുന്നു.
നാമത്തെ എല്ലാറ്റിലും മഹത്വപ്പെടുത്തുമാറാകണമേ. 5-ാം തീയതി നടക്കുന്ന വിവാഹ ശുശ്രൂഷയിൽ വേണ്ടതായ എല്ലാ അനുഗ്രഹങ്ങളും തിരുവേലി ചൊരിയണമേ. അങ്ങനെ ഞങ്ങളുടെ കുഞ്ഞുങ്ങൾ കുടുംബജീവിതം നയിച്ച് അനുഗ്രഹിക്കപ്പെട്ടവരായി വിശുദ്ധന്മാരുടെ പന്തിയിൽ കാണുവാൻ സ്വർഗത്തിലെ കർത്താവേ അവിടുന്ന് കൃപ ചെയ്യണമെന്ന് അങ്ങയോട് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. നാമത്തെ മഹത്വപ്പെടുത്തണമേ. തുടർന്ന് നടക്കുന്ന ഭക്ഷണപാനീയങ്ങളൊക്കെയും അനുഗ്രഹിച്ച് നൽകണമേ. തിരുനാമത്തിന് മഹത്വത്തിനായി തീരുവാൻ സഹായിക്കണമേ. കടന്നു വന്ന എല്ലാവരെയും അനുഗ്രഹിച്ചാട്ട് ശുശ്രൂഷയ്ക്കായി നിന്റെ ഭക്തന്മാരെ ബലപ്പെടുത്തിയതിനായി സ്തോത്രം. നിന്റെ വരവിനായി ഞങ്ങളെ വീണ്ടും ഒരുക്കണമേ. മഹത്വം ദൈവത്തിനിരിക്കട്ടെ. പ്രാർത്ഥന കേട്ടതിനായിട്ട് സ്തോത്രം. യേശു ക്രിസ്തുവിന്റെ വലിയേറിയ നാമത്തിൽ അതിവിനയമായി അപേക്ഷിച്ചു കൊള്ളുന്നു. ദൈവം പ്രാർത്ഥന കേൾക്കണം പിതാവേ. ആമേൻ ആമേൻ. നമ്മുടെ പ്രാർത്ഥന കേട്ടതിനായി ശുശ്രൂഷകളെല്ലാം ഇത്രത്തോളം അനുഗ്രഹിച്ചതിനായി സ്തോത്രം ചെയ്യാം. സ്തോത്രം 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 സ്തോത്രം. കർത്താവ് രക്ഷിതാവുമായ യേശു ക്രിസ്തുവിന്റെ കൃപയും പിതാവായ ദൈവത്തിന്റെ സ്നേഹവും ആശ്വസിപ്പിച്ച് നമ്മെ വഴി നടത്തുന്ന പരിശുദ്ധാത്മാവിന്റെ കൂട്ടായ്മ വിശ്വാസം നാം ഇവരോടും പ്രാർത്ഥിയോടും ഇന്ന് വിവാഹം നിശ്ചയം ചെയ്യപ്പെട്ട കുഞ്ഞുങ്ങളോടും 5-ാം തീയതി വിവാഹത്തോടും തുടർന്നുള്ള കുടുംബജീവിതത്തോടും ഓരോ വിശുദ്ധമാർദ്ദമോടുകൂടെ ഇന്നു മുതൽ കർത്താവിന്റെ മേഘത്തിൽ വരെ ഉണ്ടായിരിക്കുമാറാകട്ടെ. യേശു ക്രിസ്തു മൂലം ഈ പകലിൽ നമുക്ക് ജയം നൽകി ദൈവത്തിന് സ്തോത്രം ചെയ്യാം. സ്തോത്രം. ഹല്ലേലൂയ ഹല്ലേലൂയ ഹല്ലേലൂയ. ആമേൻ. കർത്താവേ സ്വീകരിക്കണം.
Bless the Lord, oh my soul, oh my soul. Worship His holy name. Sing like never before, oh my soul. I worship Your holy name. The sun comes up, it's a new day dawning. It's time to sing Your song again. Whatever may pass and whatever lies before me, let me be singing when the evening comes. Bless the Lord, oh my soul, oh my soul. Worship His holy name. Sing like never before, oh my soul. Worship Your holy name. You're rich in love and You're slow to anger. Your name is great and Your heart is kind. For all Your goodness I will keep on singing. 10,000 reasons for my heart to find. So bless the Lord, oh my soul, oh my soul. Worship His holy name. Sing like never before, oh my soul. I worship Your holy name. And on that day when my strength is failing, the end draws near and my time has come, still my soul will sing Your praise unending. 10,000 years and then forevermore, forevermore. Bless the Lord, oh my soul, oh my soul. Worship His holy name. Sing like never before, oh my soul. I worship Your holy name. Bless the Lord, oh my soul, oh my soul. Worship His holy name. Sing like never before, oh my soul. I worship Your holy name. Yes, I will worship Your holy name. Lord, I worship Your holy name. I was waiting for so long for a miracle to come. Everyone told me to be strong, and don't shed a tear. Through the darkness and good times, I knew I'd make it through. And the world thought I had it all, but I was waiting for you.
my fears. Let it shatter the walls for a new sun. A new day. Where it was dark, now there's light. Where there was pain, now there's joy. Where there was weakness, I found my strength. All in the eyes of a boy. Hush, now I see a light in the sky. Oh, it's almost blinding me. I can't believe I've been touched by an angel with love. Let the rain come down and wash away my tears. Let it fill my soul and drown my fears. Let it shatter the walls for a new sun. A new day. There goes my heart beating, 'cause you are the reason I'm losing my sleep. Please come back now. And there goes my mind racing, and you are the reason that I'm still breathing. I'm hopeless now. I'd climb every mountain and swim every ocean just to be with you and fix what I've broken. Oh, 'cause I need you to see that you are the reason. There goes my hand shaking, and you are the reason. My heart keeps bleeding. I need you now. And if I could turn back the clock, I'd make sure the light defeated the dark. I spend every hours of every day keeping you safe. I climb every mountain and swim every ocean just to be with you and fix what